ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി അസ്അലുക യാ മുദക്കിറൽ ഖൈരി വഫാഇലഹു വൽഅമിറ ബിഹി അൻ തുസല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് വതദക്കിറനി മാ അൻസാനിഹി ശൈത്വാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഇവിടെ നമ്മൾ ഇന്ന് ഈ ചർച്ച സംഘടിപ്പിക്കുവാനുള്ള കാരണം ഫേസ്ബുക്കിൽ മുഹീദ്ദീൻ മാലയിലുള്ള രണ്ട് വരികൾ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇടുകയും, അതായത് ആ വരികൾ വല്ലാനീലത്തീ എന്നെ വീളിപ്പോർക്ക് വായ്കൂടാതു തീരം നൽകും ഞാനെന്നൂവ് എന്നുള്ള ഈ വരികൾ മുഹീദ്ദീൻ മാലയിലുള്ളത് കൊടും ശിർക്കാണെന്നും അങ്ങനെയുള്ള ഒരു വരികൾ ഈ ഇതുപോലുള്ള വാക്കുകൾ മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞിട്ടില്ല എന്ന വിധത്തിൽ അവിടെ കമന്റുകൾ വന്നപ്പോൾ ഞാൻ അവിടെ ഒരു ഇബാറത്ത് കൊടുക്കുകയുണ്ടായി. മുഹീദ്ദീൻ മാലയിൽ നിന്നുള്ള ഈ വരികൾ അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൊടുത്ത തെളിവ്, അതായത് അവിടെയുള്ള ഈ വരികളെ അതായത് കിതാബിൽ ഫുയൂദാത്തുർ റബ്ബാനി എന്ന കിതാബിൽ വന്നിരിക്കുന്നു. അതായത് 50-ാമത്തെ പേജിൽ അവിടെ വന്നിരിക്കുന്നു. അൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഖാല, അദ്ദേഹം പറഞ്ഞു, അന കുതുബ അഖ്താബിൽ വജൂദു ഹഖീഖതൻ അലാ സായിറിൽ അഖ്താബി عزي وحرمتي توسل بنا في كل حول وشدتي أتيك في الأشياء تراد بحرمتي أنا لمريدي حافظ ما يخافه وأحرصه من كل شر وفتنتي എന്നുള്ള വരികൾ ഫുയൂദാത്ത് റബ്ബാനിയിൽ വന്നിരിക്കുന്നു. അതായത് അതിന്റെ അർത്ഥം, എന്റെ ഔന്നിത്യം കൊണ്ടും പവിത്രത കൊണ്ടും ഞാൻ എല്ലാ ഔലിയാക്കളുടെയും കുത്തുബ് ആകുന്നു. കുത്തുബുൽ അഖ്താബി എന്നുള്ള കാര്യം അത് പ്രാമാണികമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. കുത്തുബുൽ അഖ്താബി എന്ന് പറയുന്ന കാര്യം, അതായത് അത് ശർവാനിയിലുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിവരമുള്ളവരും, അത് ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിവരമുള്ളവരും ആരാധനാതീതരും ആരാധനകളിൽ പൂർണ്ണ നിഷ്കളങ്കരുമായ സത്യവിശ്വാസികളാണ് വലിയ എന്ന് പറയുന്നത്. ഫത്ഹുൽ ബാരിയിൽ 11-342 വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ വലിയുകളുടെ നേതാവ് എന്ന പ്രയോഗം ഒരു മേഖലയിലെ വലിയമാരുടെ നേതാവ് കുത്തുബ് എന്ന പേരിലും കുത്തുബുമാരുടെ ലോക നേതാവ് കുത്തുബുൽ അഖ്താബ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരു കുത്തുബ് മതവിജ്ഞാനവും അതനുസരിച്ചിട്ടുള്ള ഇബാദത്തുകളും നിറഞ്ഞു നിൽക്കുന്ന ആളായിരിക്കും എന്ന് ഷർവാനിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കുത്തുബുൽ അഖ്താബ്, അത് അതിന്റെ അർത്ഥം, എന്റെ ഔന്നിത്യം കൊണ്ടും പവിത്രത കൊണ്ടും ഞാൻ എല്ലാ ഔലിയാക്കളുടെയും കുത്തുബാകുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും നിങ്ങൾ എന്നെ കൊണ്ട് സഹായം തേടുക. ഏറ്റവും ഉത്തമമായ വിധത്തിൽ ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്. എന്റെ മുരീദ് ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ അവന്റെ സംരക്ഷകനാണ്. എല്ലാ ഫിത്ന ശറുകളിൽ നിന്നും ഞാൻ അവന് സംരക്ഷണം നൽകുന്നതാണ്. ഇത് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായിട്ട് ഫുയൂദാത്ത് റബ്ബാനിയിലെ 50-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ കാര്യം കള്ള തെളിവാണ്. ഇത് പറഞ്ഞിട്ടില്ല, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മേലിൽ കെട്ടിവെച്ചതാണ് എന്നാണ് അഷ്റഫിന്റെ വാദം. ഇനി സഹായിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ഇസ്തിഹാസയിൽ പെടുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യണം, പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ ഗണ്ണിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്തത്. അഷ്റഫ് പറഞ്ഞ് ഇത് കള്ള കിതാബാണെന്ന് ഞാൻ തെളിയിക്കും. ഈ പറഞ്ഞിട്ടുള്ള കാര്യം മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതല്ല എന്ന് ഈ അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം തെളിയിക്കണം. അപ്പോ അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ ഞാൻ സഹായിക്കും, മറന്ന കാര്യങ്ങൾ അറിയുന്നതാണ് മുതലായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കറാമത്തിനെ കുറിച്ചിട്ട് ധാരാളം വിശദീകരിക്കുന്നുണ്ട്. ഫത്ഹുർ റബ്ബാനിയിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കുത്തുബുകളായ ഔലിയാക്കൾ എല്ലാ രഹസ്യങ്ങളുടെയും
കസാനകളുടെ മേൽ വെളിവാക്കുന്നതാണ്. ദുനിയാവിലുള്ള ഒരൊറ്റ കാര്യവും അവരിൽ നിന്നും മറഞ്ഞു പോവുകയില്ല. അത് നന്മയായാലും തിന്മയായാലും ശരിയെന്ന് ഫത്ഹുർ റബ്ബാനിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഫത്ഹുർ റബ്ബാനിയിൽ തന്നെ വിശദീകരിക്കുന്നു, അപ്രകാരം മുഅ്മിനായ മനുഷ്യനെ അള്ളാഹുവിങ്കിലേക്ക് അവൻ അടുപ്പിക്കുകയും അള്ളാഹു അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ അനുഗ്രഹത്തിന്റെയും റഹ്മത്തിന്റെയും ഗുണത്തിന്റെയും കവാടങ്ങൾ അള്ളാഹു അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കപ്പെടും. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യന്റെ കാതുകൊണ്ടും കേൾക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അവന് കാണുവാൻ കഴിയും. ഇത് ആകാശഭൂമികളിലുള്ള അദൃശ്യങ്ങളുടെയും അത്തരം കാര്യങ്ങൾ, ആകാശഭൂമിയിലുള്ള അദൃശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും സാമീപ്യം ലഭിക്കുന്നതിലൂടെയും സൗമ്യവും മയപ്പെടുന്നതുമായ സംസാരം നടത്തുന്നതിലൂടെയും നല്ല വാഗ്ദാനങ്ങൾ നൽകുന്നതിലൂടെയും അത് പൂർത്തീകരിക്കുന്നതിലൂടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിലൂടെയും യുക്തിപരമായ സംസാരത്തിലൂടെയും കാര്യനിർവഹണത്തിലൂടെയും മറ്റുമാകുന്നു എന്ന് ഫുതുഹുൽ ഖൈബിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കറാമത്തുകൾ മരണശേഷവും ഉണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും ഒരു ഇബാറത്തും കൂടി പറയാം. ഈ ഹിജ്റ 963 പരലോകം പ്രാപിച്ച അല്ലാമ മുഹമ്മദ് താഖിബി എന്ന പണ്ഡിതൻ, അല്ലാമ മുഹമ്മദ് താഖിബി അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫുഖഹാക്കളുടെയും സൂഫികളുടെയും ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇജ്മാ ആക്കുകയും ക്രോഡീകരിക്കപ്പെടുകയും ചെയ്ത ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അള്ളാഹു വിശേഷ ഔദാര്യം നൽകുക വഴി ഉന്നത നേതാക്കളായ ഔലിയാക്കൾ ജീവിതകാലത്തെന്ന പോലെ മരണശേഷവും ഖബറിലായിരിക്കുമ്പോഴും അന്ത്യദിനം വരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കറാമത്ത് എന്ന് പറയുന്നത്, കറാമത്ത് മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്ന കാര്യവും അവിടെ വ്യക്തമാണ്. അവരിൽ പരിപൂർണ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവർ ഇമാം ഷെയ്ഖ് മഅറൂഫുൽ കർഖി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഷെയ്ഖ് ഹയാത്ത് ഇബ്നു ഖൈസുൽ ഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരാണ്. അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുകയും വെള്ളപ്പാണ്ട്, ജന്മനാലുള്ള അന്ധത എന്നിവ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം സുഖപ്പെടുത്തിയവരാണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഷെയ്ഖ് അഹ്മദുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഷെയ്ഖ് അലിയുൽ ഹൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബത്തു റഹ്മത്തുള്ളാഹി അലൈഹി എന്ന 4 മഹാന്മാർ ഖലായിദുൽ ജവാഹിർ പേജ് നമ്പർ 37 രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധ്യമാണ്. ഈ വിളിക്കുന്നത് കൊണ്ട് ഒരു ശിർക്കുമില്ല എന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. മരണത്തോടുകൂടി അവസാനിക്കുന്നുണ്ടോ ഇല്ലയോ, അവിടെ മരണത്തിന് ശേഷം ഇസ്തിഹാദ് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയം. ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അതാണ് അവിടെ വിഷയം. അത് ഞങ്ങൾ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട്. ഫുതുഹാത്ത് റബ്ബാനിയിലെ പേജ് നമ്പർ 50 വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ ടൈമായോ? ടൈം എത്രയായി? എന്തായാലും ഞങ്ങൾ ഒക്കെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അഷ്റഫ് വേണ്ടത് ഇത് ഗണ്ണിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ യുക്തിക്കനുസരിച്ചിട്ടുള്ള മറുപടി ആവശ്യമില്ല. ഈ കാര്യങ്ങൾ ഗണ്ണിക്കാൻ ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ, ഈ ഫുതുഹാത്ത് റബ്ബാനിയിൽ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് എന്തുകൊണ്ടെന്നുള്ള കാരണം സഹിതം ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്ത് വിഷയം സമർപ്പിക്കുക. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശബ്ദം ക്ലിയർ അല്ലേ? ഹലോ, ശബ്ദം ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലേ? ഷഹാദ്, ഓക്കെ. ഇവിടെ ഷഹാദിന് 10 മിനിറ്റ് വിഷയം അവതരിപ്പിക്കാനുള്ള സമയം കൊടുത്തതാണ്. പിന്നെ ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിട്ടില്ല, എന്നാലും സാരല്ല. അപ്പം ഇനി ഞാൻ ചോദ്യമല്ല, ഞാൻ വിഷയം അവതരിപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ വിഷയം അവതരിപ്പിക്കും. ഇത് ആളുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് വിഷയമെന്ന് ഷഹാദ് പറഞ്ഞു, ഞാനും പറയണം. അപ്പൊ അതുകൊണ്ട് വിഷയം, ഫേസ്ബുക്കിൽ നിങ്ങളുമായിട്ട് നടന്ന ഒരു ചർച്ച. ആ ചർച്ചയിൽ
വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മുഹ്യിദ്ദീൻമാരയിൽ നിന്നും ഒരു വരി അവിടെ ചർച്ചക്ക് വന്നു. ഈ ചർച്ചക്ക് വന്നതിൽ പല ആളുകളും ചോദിച്ചു, ഞാൻ ചോദിച്ചു, മുഹ്യിദ്ദീൻ ഷേഖ് തന്റെ ഗ്രന്ഥത്തിൽ, മുഹ്യിദ്ദീൻ ഷേഖിന് ഒരുപാട് കിതാബുകളുണ്ട്, ഈ കിതാബുകളിൽ ഏതെങ്കിലും കിതാബിൽ ഇങ്ങനെയുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഫുയൂലാത്തുർ റബ്ബാനിയ, ബഹ്ജ, ഖലായിദ് എന്ന് പറയുന്ന ചില കിതാബുകൾ എടുത്തു വെച്ചുകൊണ്ട് അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്തു. അങ്ങനെ ആ രീതിയിൽ ചർച്ച വന്നു. ആ ചർച്ച വന്നു, ഒരുപാട് നിങ്ങൾ അതിങ്ങനെ പേസ്റ്റ് ചെയ്തു. അങ്ങനെ എന്താണ് ചർച്ച എവിടെയും എത്താതെ വന്നപ്പോൾ ഞാനാണ് നമുക്ക് ഈ ചർച്ച എന്ത് ചെയ്യാം, ബൈലക്സിലേക്ക് നമുക്ക് മാറ്റാം, ബൈലക്സിൽ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പം ശരി, സമ്മതമാണ് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈലക്സിൽ നമുക്കൊരു പ്രൈവറ്റ് റൂം തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംവാദം നടത്താം. അപ്പൊ നിങ്ങൾ പറഞ്ഞു, എന്തിനാ വഹാബി പ്രൈവറ്റ് റൂം? ഈ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഇക്കാക്കുണ്ട്, അദ്ദേഹം വളരെയധികം പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പേടി? പബ്ലിക് റൂമിൽ വെച്ച് നടത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി? ഞാൻ പറഞ്ഞു, വിഷയം തന്നെയാണ് ഇവിടെ പറയുന്നത്, വിഷയാണല്ലോ പറയുന്നത്. അപ്പോ പബ്ലിക് റൂമിൽ വെച്ച് നടത്തണം എന്ന് പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ പ്രൈവറ്റ് റൂമിലാക്കി, ഒരാളെ പോലും കൊണ്ടുവരാൻ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചില്ല. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പച്ച കളവ് കെട്ടി ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിളിക്കാൻ, എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. വല്ല നിരത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മുഹ്യിദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളും എന്ത് ചെയ്തു? പച്ചക്കളവ് പറഞ്ഞു, നിങ്ങളെ നിഷേധിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് സംവാദത്തിന്റെ വിഷയം അത് തന്നെയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് ജീലാനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതിൽ നിങ്ങൾ ഒരുപാട് കിതാബുകൾ കൊണ്ടുവന്നു. അതിൽ കൊണ്ടുവന്ന ഒരു കിതാബാണ് ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ്. ഈ കിതാബ് ഷെയ്ഖ് ജീലാനിയുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഈ കിതാബിൽ എന്തൊക്കെയാണുള്ളത്? ഈ കിതാബ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സ്ഥിതി എന്നൊക്കെ നമുക്ക് ചർച്ചയിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ വേറൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല, ആരാണ് ആദ്യം ചോദിക്കേണ്ടത് എന്നുള്ള വിഷയം എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം, വിഷയാവതരണം ഒരു 5 മിനിറ്റ് മതി. അപ്പൊ നിങ്ങൾ പറഞ്ഞു 15 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് വേണം. ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ 10 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് നിങ്ങൾ 10 മിനിറ്റ് പോയി നിങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിഷയാവതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറെ സമയം എടുക്കുന്നില്ല. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്കിൾ ലിസിയാണ്, വിഷയം ഈ തന്നെയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചാൽ ഏത് സ്ഥലത്തുനിന്നും എവിടെ വെച്ച് വിളിച്ചാലും അദ്ദേഹം ഉത്തരം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കണം. അത് അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കണം. അത് നിങ്ങൾക്ക് ഏത് ഗ്രന്ഥങ്ങൾ എടുത്ത് തെളിയിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്കിൾ ലിസിയാണ്. ഈ സംവാദം ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ. നമ്മളൊരു വാശിയോടോ വൈരാഗ്യത്തോടോ കൂടി ആവരുത്, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ചോദ്യം ചോദിക്കേണ്ടത് ഞാനാണെങ്കിൽ ഒരു എസ് അടിക്കാൻ ചോദ്യം തന്നെ ഇപ്പൊ ചോദിക്കാണ്. അപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ ഷഹാദ്, ഞാൻ ചോദ്യം തുടങ്ങട്ടെ. ഒന്നാമത്തെ ചോദ്യം ഞാൻ തുടങ്ങട്ടെ, ഒന്ന് ടെക്സ്റ്റ് എടുക്കാം. ചോദ്യം ചോദിക്കട്ടെ ഷഹാദ്, ചോദ്യം ഞാൻ ചോദിക്കുന്നു, ടെക്സ്റ്റ് എടുക്ക്. ഹലോ മധ്യസ്ഥൻ തീരുമാനിക്കട്ടെ. തീരുമാനിക്കട്ടെന്നോ സഹോദരൻ? ഞാനങ്ങ് ചോദിക്കണം, നീ മറുപടി പറഞ്ഞോ? ഞാനങ്ങ് ചോദിക്കാം. ഷഹാദ് ചോദിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ മറ്റേ മധ്യസ്ഥൻ എന്ത് പറയുന്നു? മറ്റേ മധ്യസ്ഥൻ എന്താ പറയാ? അതുകൂടെ അങ്ങനെ തീരുമാനിക്കാം. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ നമ്മൾ നടക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യാ? ഇതാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം തീരുമാനിക്കണം എന്ന് പറഞ്ഞത്. ഒന്നും തീരുമാനിക്കാതെ നിങ്ങൾ ഒരു സംവാദത്തിന് പോലും പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു സംവാദത്തിന് പോലും പോയിട്ടില്ലെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ ഈ വിഷയത്തിൽ 2 മധ്യസ്ഥന്മാരുണ്ട്. ഒന്ന് അബേഷ്സാനാണ്, അബ്ദുൽ ജലീലാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? മൈക്ക് കൈമാറും. മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു.
ഹലോ അഷ്റഫേ, ഹലോ. ഞാൻ ചോദിച്ചതിന്റെ പ്രശ്നം, കാരണം ഞാൻ ഫസ്റ്റ് വിഷയാവതരണം നടത്തി, അതിനുശേഷം ഈ വിഷയാവതരണം നടത്തി. നിങ്ങളുടെ മധ്യസ്ഥനെ കാണാനില്ലല്ലോ, ആളില്ല ഇവിടെ. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കാം, കാരണം നീ വിഷയാവതരണം നടത്തിയതിൽ തന്നെ പല പാളിച്ചകളുണ്ട്. കാരണം വിഷയാവതരണം നടത്തിയതിൽ നീ പറയുന്ന പോലെ അല്ല അവിടെ വിഷയം നടന്നിട്ടുള്ളത്. അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, നീ അവിടെ വന്നിട്ട് പറഞ്ഞത് മുഹീദ് ഷെയ്ഖിന്റെ വാക്കുകൾ, അതായത് ഈ വല്ലാനിലത്തിൽ അത് മലയാളമാണ്, അതുപോലെ ഉണ്ടാവില്ല ആ ആശയത്തിൽ വരുന്നത്. അതായത് മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചാൽ ഞാൻ എന്നെ വിളിക്കാം എന്നുള്ളത് മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അവിടെ വിഷയം. എന്നെ വിളിച്ച് ഇസ്തിഹാദ നടത്തുക. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചെയ്യാം, ജലീൽക്കൊന്ന് എഴുതിക്കുക, ജലീൽക്കൊക്കെ കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ ഷാദ്, നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഈ സംവാദം നടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിച്ചു തന്നിട്ടുണ്ട്, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇവിടെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊന്ന് സമ്മതിക്കാം. കാരണം ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങൾ സമ്മതിച്ചു തരണം. അത് നിങ്ങൾ സമ്മതിച്ചോട്ടെ. ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇനി ഇവിടെ ചോദ്യം ചോദിക്കട്ടെ ആരാന്ന് പറഞ്ഞിട്ട് അതിന് സമയം പോക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളല്ല തെളിവ് കൊണ്ടുവരുന്നത്, നിങ്ങളാണല്ലോ തെളിവ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഇനി അതല്ല മധ്യസ്ഥൻ എന്താ പറയാനുള്ള വെച്ചാൽ മൈക്കെടുത്തോ പെട്ടെന്ന്. ഇതും പറഞ്ഞ് ഒരുപാട് സമയം പോക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. ഇനിയിപ്പോ നിങ്ങൾ ഇനിയിപ്പോ അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞോ, സംവാദം നടക്കും ഇൻഷാ അല്ലാഹ്. മൈക്ക് ഹലോ അഷ്റഫ് പൂനൂർ, നീ വിഷയാവതരണം നടത്തിയത് പോലും ശരിയല്ല. നീ പറയുന്നത് നിന്റെ വാദമാണ്. നീ പറയുന്നത് നിന്റെ വാദം ഉണ്ട്. ഇത് അതായത് ഈ കള്ളക്കഥയാണ്, മുഹീദ് ഷെയ്ഖിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാണെന്ന് ഷഹദ് പറഞ്ഞു. നീ ഇവിടെ പറഞ്ഞത് ഷഹദ് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഷഹദ് തന്ന തെളിവ് ഫുയൂദാത്തുർ റബ്ബാനിയിലുള്ള തെളിവാണ് ഞാൻ തന്നത്. ഫുയൂദാത്തുർ റബ്ബാനിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ല ഷഹദ് പറഞ്ഞുണ്ടാക്കിയതല്ല. ഞാൻ തന്നത് പ്രമാണങ്ങളിൽ നിന്നാണ്, കിതാബിൽ നിന്നാണ്. നീ പറയുന്നത് അങ്ങനെയല്ല. നീ പറയുന്നത് നിന്റെ വാദമാണ്. നീ പറയുന്നത് അങ്ങനെയല്ല, ഇത് കെട്ടി ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് നീ പറയുന്നത്. അല്ലാതെ ഒരു കിതാബിൽ നിന്ന് നീ ഭാരത്ത് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവിടെ അവിടെ നടന്ന വിഷയാവതരണം, നീ വിഷയം എന്താണെന്ന് പോലും ക്ലിയറായി പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന വിഷയം മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചോളൂ എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഇത് കൊടുത്തത്. എന്ത് ഇങ്ങനെ ഫുയൂദാത്തുർ റബ്ബാനിയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ നീ പറഞ്ഞത് അത് കള്ള കിതാബാണെന്ന് ഞാൻ തെളിയിക്കും, അത് പാഴ കിതാബാണെന്ന് ഞാൻ തെളിയിക്കും, ബൈലക്സിൽ വരൂ എന്നാണ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായിരുന്നു വിഷയം. ഓക്കെ, അപ്പം നീ പ്രാമാണികമായിട്ട് ഇത് തെളിയിക്കണം. അതാ വേണ്ടത്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ച് തെളിയിക്കുന്ന റൈസാൻഡേ പ്ലീസ്. ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതാണ്, അതായത് മധ്യസ്ഥൻ മൈക്കെടുക്കുന്നതിന് മുന്നേ സംഭവം പറഞ്ഞാണ്. നീ പറഞ്ഞ വിഷയാവതരണം ശരിയായിട്ടില്ല. ഓക്കെ, ഇതിന്റെ പേരിലും സംവാദം മുടങ്ങണ്ട. നിങ്ങൾ ആ സംവാദത്തിൽ ഒരിക്കലും നടക്കാതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചോദിച്ചോ ചോദിക്കാറില്ല. പിന്നെ എത്ര ചോദ്യം ഇത് ഞാൻ ഇന്നലെ മെനയാന്നും പിന്നെ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്, അല്ല നമുക്ക് വിഷയം വേണ്ടേ, എത്ര മിനിറ്റ് അതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊന്നും നീ കാണുന്നില്ല. എന്തായാലും നിർത്തം വയ്ക്കും. ചോദിച്ചു. അപ്പൊ ഈ മധ്യസ്ഥന്മാരെ കൊണ്ട് ഇതിനെക്കൊണ്ട് ഗുണമില്ലേ? നമുക്കറിയാം, ഒരു മധ്യസ്ഥനെ കാണുന്നില്ല. ഉണ്ടോ? അവനൊന്നും പ്രതികരിക്കുന്നില്ല. ആവുന്നുണ്ട്. അസ്സലാമു അത് പിന്നെ വാദപ്രതിവാദമാകുമ്പോ എത്ര ചോദ്യം, എത്ര ആ സമയം, അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യണ്ടേ? ചോദ്യത്തില് എത്ര, നിങ്ങൾ തന്നെ ചോദിച്ചോളൂ. ചോദ്യത്തില് 8 ചോദ്യം. ആദ്യം തന്നെ 8 ചോദ്യമാക്കണ്ട. അത് ഒരാൾ ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം രണ്ടാൾ ഒരിക്കൽ ചോദിക്കാം ഒരു പാർട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ചോദ്യം. അങ്ങനെ അതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? 8 അവസരം അങ്ങനെയാണോ? എനിക്കറിയില്ല, അതുകൊണ്ടാണ്.
ഒരു ചോദ്യം 8 അവസരം. എന്തായാലും ശരി, ഒന്ന് മൈക്കിലേക്ക് വരും, ഒന്ന് ക്ലിയർ ആക്കി. ഞാനിപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് എത്തുന്നത്, അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കി കളയാം. ഹലോ, ചോദ്യം നമ്മളിന് മുമ്പ് തീരുമാനിച്ചതുപോലെ തന്നെ 8 അവസരം ഒരാൾക്ക് കിട്ടുന്നതാണ്. ചോദ്യത്തിന് 2 മിനിറ്റും ഉത്തരം പറയാൻ 3 മിനിറ്റും, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം നൽകുന്നു മൈക്രോലൈസ് ചെയ്യുന്നു. വിഷയത്തിൽ ഒതുങ്ങിയ രൂപത്തിൽ ആയിരിക്കണം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചോദ്യത്തിന് 2 മിനിറ്റും ഉത്തരത്തിന് 3 മിനിറ്റുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ വിഷയം മുഹീദ്ദീൻ ഷേഖിനെ കുറിച്ച് മഹത്വങ്ങൾ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിവരിച്ച ഗ്രന്ഥം, ആ ഗ്രന്ഥം കള്ള കിതാബുകളാണ്. ആ കിതാബുകളൊന്നും പ്രാമാണികമല്ല. ആ മുഹീദ്ദീൻ ഷേഖിൻ്റെ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഇബാറത്തുകളെല്ലാം പറഞ്ഞ കിതാബുകൾ കള്ള കിതാബുകളാണ് എന്നുള്ളത് തെളിയിക്കലാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച നടക്കേണ്ടത്. ഞാൻ മൈക്കായിട്ട് ചെയ്യുന്നു. പക്ഷെ ഇൻട്രസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ആക്കി തരുന്നത് എന്താണ് ഇൻട്രസ്റ്റ് ആയത്? ചോദ്യം നോക്കണേ. ഹലോ, ഞാൻ ഒന്ന് ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. പിന്നെ ഇവിടെ അഷ്റഫ് പറയുണ്ടായി ഇത് കള്ളക്കഥയാണെന്ന് പറയുണ്ടായി. അതിന്റെ പിന്നെ മുന്നോടിയായിട്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നതെന്ന്. അതായത് ഇത് കള്ള കിതാബാണ്. ഫുയൂദാത്ത് റബ്ബാനിയിലുള്ള ഈ വരികൾ കള്ള കഥയാണ്, മുഹീദ്ദീൻ ഷേഖിന്റെ മേലിൽ ചമച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ പ്രമാണങ്ങളിൽ നിന്നുള്ള ഒരു ഇബാറത്ത് ഉദ്ധരിക്കുക. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രമാണികമായി തെളിയിക്കുക. ഓക്കെ, അത് പ്രമാണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഇബാറത്ത് കൊണ്ട് ഈ ഫുയൂദാത്ത് റബ്ബാനിയിൽ പറഞ്ഞ കാര്യം അത് തെറ്റാണെന്നും മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അല്ലാതെ അഷ്റഫിന്റെ യുക്തി ഇവിടെ പ്രയോഗിക്കേണ്ടതില്ല. അഷ്റഫിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് തെളിവുമല്ല. മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞത് ഫുയൂദാത്ത് റബ്ബാനി 50-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം അന കുതുബ് അക്താബിൽ വജൂദു ഹഖീഖത്തൻ എന്ന് പറയുന്ന ഈ വരികൾ മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞതല്ല എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് ഈ പാറത്തെടുത്തുകൊണ്ട് തെളിയിക്കുക. ഓക്കെ, ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. 2 മിനിറ്റ് ആയിട്ടില്ല. 2 മിനിറ്റ് ആണെന്നില്ല. 2 മിനിറ്റ് ആണെന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഇവിടെ ഷഹാദ് എന്നോട് ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും പിന്നെ ചോദിച്ച ചോദ്യം നല്ല രസമുണ്ട്. കാരണം മുഹയ്യദ്ദീൻ ഫേസ്ബുക്കിൽ നടന്ന ചർച്ച തന്നെ വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായികൂടാവുത്തിനും ചെയ്യും ഞാൻ എന്നുള്ള വിഷയത്തില് മുഹയ്യദ്ദീൻ ഷേഖിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവിടെ മുഹയ്യദ്ദീൻ ഷേഖിന്റെ കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മുഹയ്യദ്ദീൻ ഷേഖിന്റെ കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുയൂദാത്തുർ റബ്ബാനിയെ കൊടുത്തു. മുഹയ്യദ്ദീൻ ഷേഖിന് ഫുയൂദാത്തുർ റബ്ബാനി എന്ന് പറഞ്ഞ കിതാബേ ഇല്ല. ആളുകൾ കേൾക്കുക, മുഹയ്യദ്ദീൻ ഷേഖിന് അങ്ങനെ ഒരു കിതാബില്ല ആദ്യമായിട്ട് പറയുന്നു. ഇനി ആ കിതാബ് മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ ഉണ്ടാക്കിയ കിതാബ്, ആ കിതാബിൽ പറഞ്ഞു എത്ര തവണ ചോദിച്ചിട്ടെന്നറിയാവോ ഈ ഫേസ്ബുക്കിൽ മുഹയ്യദ്ദീൻ ഷേഖിന്റെ കിതാബിൽ എവിടെ? അപ്പൊ അതെന്ന് പറയാനില്ല. എന്താ മുഹയ്യദ്ദീൻ ഷേഖിന്റെ തന്നെ വേണോ എന്ന് ചോദിച്ച ആളുകളാ. എന്തായാലും ചോദ്യത്തിലേക്ക് വരാം. എന്തായാലും ആ ചർച്ച ആളുകൾക്ക് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞുള്ളൂ. ചോദ്യത്തിലേക്ക് വരാം. ഈ പറയുന്ന ഫുയൂദാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ് കള്ള കിതാബാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫുയൂദാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബ് കള്ള കിതാബ് എന്ന് പറഞ്ഞാൽ പോരാ, വേറെ എന്തെങ്കിലും കൂട്ടി പറയണമെങ്കിൽ അതും കൂട്ടി പറയണം. ഒരു 100 കള്ള കിതാബ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുഹയ്യദ്ദീൻ ഷേഖ് അതിനെന്താ കട്ടായല്ലോ, അത് ഇവിടുത്തെ പ്രശ്നം. വിളിച്ചോളൂ. ഒരുപാട് കിതാബുണ്ടല്ലോ.
അല്ല പിന്നെ മൊഹീദ്ദീൻ ഷേഖിന് ഒരു കിതാബ് ഉണ്ടാവരുതായിരുന്നു. മൊഹീദ്ദീൻ ഷേഖിന് ഒരുപാട് കിതാബുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. ഇപ്പൊ ഞാൻ തെളിയിച്ചിരിക്കുന്നു ഇത് കള്ള കിതാബാണെന്ന്. ശേഷം വരാം ഇനിയും തെളിയിക്കാൻ പോകുന്നു ഈ കള്ള കിതാബുകളെ കാര്യങ്ങളൊക്കെ മൈക്കുള്ളിൽ ചെയ്യുന്നു. സമയം ആരെങ്കിലും നോക്കുക. കാരണം ഇതാ പറഞ്ഞത് ഒരു 2-3 ആളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഉണ്ടാവുമായിരുന്നു. സമയം നോക്കാം, ഇത് സംസാരിക്കാൻ എല്ലാം ഒരാൾക്ക് ചെയ്യാൻ കഴിയൂല. മൈക്കുള്ളിൽ ചെയ്യുന്നു. ഹലോ അഷ്റഫ്, നീ വീണ്ടും വിഡ്ഢിത്തരം പറയാണ്. ഇവിടെ അള്ളാഹുവിനോട് സഹായം തേടുന്നതിനെ കുറിച്ചല്ല ചർച്ച. അള്ളാഹുവിനോട് സഹായം തേടുക, ഇപ്പം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഖുർആനിലുണ്ട്. നിന്നോട് മാത്രമേ സഹായം തേടൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറയുന്നു. അവിടെ നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറയുന്നത് അതിൽ കുറെ വശങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ. അതെന്തൊക്കെയാണ്, ഭൗതികമായ കാര്യമാണോ അഭൗതികമായ കാര്യങ്ങളാണോ, അവിടെ എന്താണ് ഉദ്ദേശം, അത് ആരാധനയാണോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു അർത്ഥം നേരിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളോടും സഹായം തേടാൻ പറ്റില്ല എന്ന് വരും. അതൊക്കെ വേറെ വിഷയമാണ്. അള്ളാഹുവിനോട് സഹായം തേടുന്നതിനെ കുറിച്ചിട്ടും മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതല്ല ഇവിടെ വിഷയം. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന്, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ആ കാര്യം ഞങ്ങൾ ഇവിടെ കിതാബിൽ നിന്നാണ് തെളിയിച്ചത്. അല്ലാതെ അഷ്റഫിന്റെ വാദമാണ് പറയുന്നത്. അഷ്റഫ് പറയുന്നത് അങ്ങനെയില്ല, അങ്ങനെ മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടില്ല എന്ന് അഷ്റഫ് പറയുന്നു. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. റബ്ബാൻ അങ്ങനെ ഒരു ഇബാറത്തുണ്ട്, ഉള്ളത് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ തെളിയിച്ചു, കിതാബിൽ നിന്ന് തെളിയിച്ചു. അല്ലാതെ അഷ്റഫിന്റെ വാദമാണ് പറയുന്നത്. അഷ്റഫ് പറയുന്നത് അങ്ങനെ പിന്നെ ഇത് കള്ളക്കിതാബാണെന്നുള്ളത്. അത് അഷ്റഫ് അതിന് വേണ്ടിയിട്ട് കുറെ വാദങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു വാക്ക് ഷേഖ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ, ഉണ്ട് എന്നുള്ളത് നമ്മൾ കിതാബിന്റെ പിന്നെ കിതാബുകളിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ ഫുയുദാത്ത് റബ്ബാനുള്ള ഇബാറത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പണ്ഡിതന്മാരുടെ ഇബാറത്ത് ഇവിടെ കൊടുത്ത് തെളിയിക്കണം. അഷ്റഫിന്റെ വാദം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അഷ്റഫ് പറയേണ്ടത് ഏതെങ്കിലും ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇസ്തിആസയെ കുറിച്ചോ പ്രാർത്ഥനയെ കുറിച്ചോ പിന്നെ തവക്കൽ ചെയ്യുന്നതിനെ കുറിച്ചോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനെ കുറിച്ചോ ഇതൊന്നല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഫുയുദാത്ത് റബ്ബാനിയിൽ ഈ ഒരു വാക്കുള്ളത് കള്ളക്കരയാണെന്ന് നിങ്ങൾ തെളിയിക്കണം. ആ തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ വാക്കല്ല വേണ്ടത്, നിങ്ങൾ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്ന് ഇബാറത്ത് എടുത്ത് ഉദ്ദേശിച്ച് തെളിയിച്ചോളൂ, ഞങ്ങൾ അംഗീകരിക്കും. അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ അഷ്റഫിന്റെ വാദം ഇവിടെ ആവശ്യമില്ല. ഓക്കെ, 2 മിനിറ്റ് എന്ന് പറയുന്നു മധ്യസ്ഥൻ. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, എന്താ കുട്ടിയെ ഇവിടെ ഇപ്പൊ ചോദിക്കാന്? അവിടെ പിന്നെ ഇസ്തിഹാസന്റെ വിഷയവും സഹായത്തിന്റെ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ വിളിച്ചാലുണ്ട്. ഇത് നിങ്ങളെ വിളിയാ വല്ല നീലത്തേന്നും എന്നെ വിളിപ്പോർക്ക് അത് എന്ത് വിളിയാ കുട്ടിയെ? എന്താണ് ഷഹാദ്? അത് ഇസ്തിഹാസ ചെയ്യാനല്ലേ? വല്ല നീലത്തേന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ സ്ഥിരം ചെയ്യും ഞാൻ എന്നോവർ. അപ്പൊ അങ്ങനെ വിളിച്ചാൽ കേൾക്കൂല. എന്തിനാ വിളിക്കുന്നത് യാ ശേഖ എന്ന് പറഞ്ഞിട്ട്? അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയോ യാ ശേഖ? അത് വെറുതെ അങ്ങനെ വിളിക്കാണ് എന്നുള്ളതാ ആണോ? നിങ്ങൾ വല്ല നിലയ്ക്ക് തന്നെ വിളിപ്പോർക്കുന്ന മൊഹീദ്ദീന്മാരെ ഉണ്ട്. എന്തിന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂ, നിങ്ങൾ സഹായിക്കുന്നല്ല നിങ്ങൾ പറയുന്നത്. ഇപ്പൊ അത് വേറെയാണ്. അത് വേറെയല്ല. ഇവിടെ വിളിക്കുന്നത് നിങ്ങൾ ഇസ്തിഹാസ് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ പറ ഇസ്തിഹാസ് അല്ലാണ്ടുള്ള വിളിയാത്തെന്ന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മെയിനായിട്ടുള്ള വിഷയം ഒക്കെ ഏത് വിഷയം എടുത്താലും അതിലൊക്കെ തന്നെ നിങ്ങളെ സഹായം കേട്ടോ. ഇവിടെ മൊഹിയുദ്ദീൻ ഷേഖ് ഞങ്ങളിവിടെ സമർത്ഥിക്കും. എന്തറിയോ? മൊഹിയുദ്ദീൻ ഷേഖിനെ വല്ല നിലത്ത് ഓരോ നേരത്തുനിന്ന് വിളിച്ചാലും മൊഹിയുദ്ദീൻ ഷേഖ് കേൾക്കൂല. മൊഹിയുദ്ദീൻ ഷേഖ് കേൾക്കൂല. അങ്ങനെ ഒരു കഴിവ് മൊഹിയുദ്ദീൻ ഷേഖിനില്ല. ഒരാൾക്കും അല്ല കൊടുത്തിട്ടില്ല. ഏത് സ്ഥലത്ത് നിന്ന് എപ്പം വിളിച്ചാലും അവർ നിങ്ങളെ വിളിക്കുത്തരം ചെയ്യുന്നത് കഴിവ് ഒരാൾക്കും കൊടുത്തിട്ടില്ല. തെളിയിക്കാൻ കഴിയില്ല. എന്നെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചോളാത്. അപ്പം ഈ പറഞ്ഞത് പൊട്ടത്തരമാണ്, കള്ളത്തരമാണ് എന്ന് ഞാൻ തെളിയിച്ചു. ഇനിയും തെളിയിക്കാൻ പോകുന്നു. ഫുയൂദാത്തുർ റബ്ബാനിയ തന്നെ വരട്ടെ. ഫുയൂദാത്തുർ റബ്ബാനിയയിൽ എന്ത് പറയുന്നുണ്ട്? മുഹ്യിദ്ദീൻ ഷേഖിന്റെ കറാമത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെ പറയുകയില്ല. ഒരിക്കലും ജീലാനി അങ്ങനെ പറയുകയില്ല. അപ്പോ ഷേഖ് ജീലാനി തന്റെ കിതാബിലൊക്കെ എന്താണ് തൗഹീദാണ് പറഞ്ഞത്. ഒരിക്കലും കുഫ്ർ പറയുകയില്ല. ഒരിക്കലും പറയുകയില്ല.
ഉദാഹരണത്തിന് ഇവിടെ പറയാണ് പേജ് 68 പറയുന്നത് എന്താറിയോ? വകുന്തു മഅ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബുർറദൻ നീറാന ഇല്ലാ ബിദഅവതി. പൊട്ടത്തരം. എന്താ അതിനർത്ഥം? ഞാൻ ഇബ്രാഹിം നബിന്റെ കൂടെ ഉണ്ടായിരുന്നു. മുൽഖം ബിനാരിഹി, ഇബ്രാഹിം നബിയെ തീയിലിട്ട സമയത്ത്, ഇബ്രാഹിം നബിയെ തീയിലിട്ട സമയത്ത് എന്താണ് മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ഇബ്രാഹിം നബിന്റെ കൂടെ ആരുണ്ടായിരുന്നു? മുഹയ്യിദ്ദീൻ ഷേഖ് ഉണ്ടായിരുന്നു. പിന്നെ പറയാണ് അത് മാത്രല്ല, വമാ ബുർറദൻ നീറാന ഇല്ലാ ബിദഅവതി, എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീ കെട്ടത്. മുഹയ്യിദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ട് ആ തീ കെട്ടത്. ഇത് മുഹയ്യിദ്ദീൻ ഷേഖ് പറയോ എന്റെ ഹബീബിയെ? ഇത് മുഹയ്യിദ്ദീൻ ഷേഖ് പറയോ? ഫുയൂലാത്തുർ റബ്ബാനിയയിലുള്ളതാണിത്. ഒരിക്കലും മുഹയ്യിദ്ദീൻ ഷേഖ് പറയുകയില്ല. കാരണം ഇത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരെ മുഹയ്യിദ്ദീൻ ഷേഖ് പറയോ? അപ്പൊ അതുകൊണ്ട് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇത് പൊട്ടത്തരമാണ്, കള്ളത്തരമാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ എന്താണെന്നറിയാവോ? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താണ്? എന്നല്ലേ പറഞ്ഞത്? അല്ലേ? ഇവിടെ പറയാണ് എന്ത്? മുഹയ്യിദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പൊ ഖുർആനെതിരായില്ലേ? അപ്പൊ തന്നെ മനസ്സിലായി ഇത് പാള കിട്ടാവെന്ന്. ഖുർആൻ കൊണ്ടും തെളിയിച്ചു ഇത് കള്ളത്തരമാണ് എന്ന്. ഇനി നോക്കുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന സമയമേത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ച കാലമേത്? ആ കാലത്താണ് മുഹയ്യിദ്ദീൻ ഷേഖ് ജീവിച്ചത്? ആണോ? എന്നിട്ട് പറയാണ് മുഹയ്യിദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന്. സമയമായി. ഓക്കെ, സമയമായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്താണ് ഞാനിവിടെ തെളിയിച്ചിരിക്കുന്നു ഇതൊക്കെ കള്ളത്തരമാണ്. എന്നാണ് പറയാനുള്ളത്. ഹലോ, സമയം കീപ്പ് ചെയ്യണം. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ഇപ്പോൾ അഷ്റഫ് സംസാരിച്ചു. ഞാനിവിടെ പല പ്രാവശ്യം ആവർത്തിച്ച് മൈക്കം വിടുക 3 മിനിറ്റായി എന്ന് പറഞ്ഞിട്ടും നിർത്തുന്നില്ല. അതുകൊണ്ട് സമയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കണിശത പാലിക്കണം. അത് നിർബന്ധമായും പാലിക്കണം എന്നറിയിക്കുന്നു. ഹലോ, ഇവിടെ അഷ്റഫ് പറഞ്ഞിട്ടുള്ളത് അഷ്റഫിന്റെ ാണ്. അഷ്റഫ് കുറെ ഗവേഷണം ചെയ്തിട്ട് ഖുറാനിലുള്ള മറ്റ് ആയത്തുകൾ ഓതിയിട്ട് അതൊക്കെ ഇതിനെതിരാണെന്ന് അഷ്റഫ് പറയുന്നു. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. അഷ്റഫ് പറയേണ്ടത് ഏതെങ്കിലും പണ്ഡിതന്മാർ ഇന്ന കാരണങ്ങൾ കൊണ്ട് അവർ ഇതുപോലുള്ള ഖുറാൻ ആയത്തോ അല്ലെങ്കിൽ ഹദീസുകളോ പറഞ്ഞിട്ട് എടുത്തുദ്ധരിച്ചിട്ട് അത് ഈ കിതാബിന് അല്ലെങ്കിൽ ഈ ഭാരത്തിന് എതിരാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാരത്ത് കൊണ്ടുവരിക. അല്ലാതെ അഷ്റഫ് ഗവേഷണം ചെയ്തിട്ട് ഇത് ഇന്ന ഖുറാനെതിരാണ്, ഇന്ന ഖുറാന്റെ ഈ ഖുറാനിലുള്ള ഇന്ന ആയത്തിനെതിരാണെന്ന് പറയുന്നത് തെളിവല്ല അഷ്റഫ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ യുക്തി പ്രയോഗിക്കാതെ പണ്ഡിതന്മാർ എന്തെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് ഇതിനെ ഗണ്ണിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ് പറയുന്നത് അഷ്റഫ്. വീണ്ടും പിന്നെ വിഷയല്ലന്മാരെ എവിടെയല്ലോ എത്തി. ഇപ്പൊ ഞങ്ങളുടെ വിഷയം എന്താ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പിന്നെ ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അന കുത്തുബ് അഖ്താബിൽ വുജൂദി ഹഖീഖതൻ അലാ സായിരിൽ അഖ്താബി ഇസ്സി വഹുർമതി തവസ്സുൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ മുശിദ്ദതി അസൈക ഫീ അഷ്യാഇ തുറൗ ബിഹുർമതി എന്ന് പറയുന്ന ഈ വാക്കുകൾ, ഈ ഇബാറത്ത്, ഇത് പിന്നെ നമ്മുടെ കിതാബ് ഫുയൂലാത്ത് റബ്ബാനിയിലുള്ളതാണ്. അതിന് ഗണ്ണിക്കാൻ അഷ്റഫിന്റെ യുക്തി പോരാ, അഷ്റഫിന്റെ ഗവേഷണം പോരാ. അഷ്റഫ് കുറെ വിദ്യാർത്ഥി നടത്തിയിട്ട് ഞാൻ തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവാവില്ല. തെളിവ് പണ്ഡിതന്മാരുടെ കൊടുക്കണം. പ്രാമാണികമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാമാണികമായിട്ട് തന്നെ ഈ തെളിവുകൾ ഇവിടെ നിരത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ടൈം കീപ്പ് ചെയ്യണം. വേറൊരു കാര്യം, ഇപ്പൊ 4 മിനിറ്റാണ് സംസാരിച്ചത്. ഓക്കെ, സമയം അവര് പറയും. അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടുന്നത്, ഞാൻ ഫസ്റ്റ് മുതൽ ആവശ്യപ്പെടുന്നത് പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവാണ്. നീ മറ്റുള്ള കുറെ പിന്നെ അതിൽ മലതിന്നുണ്ട് അതൊക്കെ മറ്റുള്ള വിഷയമാണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യം, അതായത് അനകുത്തുബ് അഖ്താബിൽ വുജൂദി ഹഖീഖതൻ എന്ന് പറയുന്ന ഈ കാര്യം, അതായത് ഫുയൂലാത്ത് റബ്ബാനിയിൽ പറയുന്നത് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഉള്ളത് മുഹീദ്ദീൻ ഷേഖിന്റെ വാക്കുകളായിട്ടാണ് അവിടെ പറയുന്നത്. അവിടെ അത് നോക്കിയാൽ തന്നെ കാണാലോ. റജാഫി കിതാബി ഫുയൂലാത്ത് റബ്ബാനി അൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖാല, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യം തന്നെ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ബജറ്റുൽ അസ്റാറിലുമുണ്ട്, ഖലായിദുൽ ജവാഹിറിലും ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ ഇസ്തിഹാദ നടത്തുന്നതിൽ തെറ്റില്ല. അത് അള്ളാഹുവിനോട് സഹായം തേടുന്നത് വേറൊരു വിഷയം, അത് നമുക്ക് വേണം പിന്നീട് ചർച്ച ചെയ്യാം. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിനെ ഖണ്ഡിക്കാൻ അത് പോരാ. അഷ്റഫിന്റെ അത് അഷ്റഫിന്റെ യുക്തി ഉപയോഗിക്കാതെ പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്നുള്ള ഉദ്ധരണികൾ കൊടുത്ത് വിഷയം സമർപ്പിക്കുക. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഭയങ്കര രസം തന്നെയാണ്. ഒരു പാലരമേ പൂമ്പാറ്റ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് പാടില്ല എന്ന് പണ്ഡിതന്മാരെ കൊണ്ട് തെളിയിക്കുക. പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും വലിയ മഹാന്മാരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ. ചങ്ങാതി, ഈ പറയുന്ന ഫുയൂദാത്തു റബ്ബാനിയ എന്ന് പറഞ്ഞ കിതാബ് ഏത് കാലത്ത് എഴുതി വന്നതാ? ആരെഴുതി വന്നതാ? ഇസ്മായിൽ സഈദ് അൽ ഖാദിരി എന്ന് പറയുന്ന ഒരു ചങ്ങാതി. ആ ചങ്ങാതി തലക്ക് വെളിവില്ലാണ്ട് എഴുതി വെച്ച സാധനാണ് ഈ കിതാബ്. അത് ഏത് നിങ്ങൾ ഏത് കാലത്ത് എഴുതി വെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്, ഏതോ കാലം മുമ്പാണ്. ഈ അടുത്ത കാലത്ത് എഴുതി വെച്ചതാ. അങ്ങനെ പണ്ഡിതന്മാർക്ക് എതിർക്കേണ്ടത് നിങ്ങൾ എതിർത്തിട്ടുണ്ട്. അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ വന്ന പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതെന്തറിയോ? ഖുർആാനിനെതിരാ അതിൽ എഴുതി വെച്ചത്. ഖുർആാനിന് എതിരാണ്, ഹദീസിനെതിരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് എതിരാണ് ഈ പറയുന്ന പാള കിതാബിൽ എഴുതി വെച്ചത്. പിന്നെ ഖുർആൻ എതിരാണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞത് വേണോ? എന്റെ ഹബീബി എന്നിട്ട് അഷ്റഫ് സ്വയം പറയുന്നു. ഞാനെങ്ങനെ സ്വയം പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിനെ രക്ഷിച്ചത് ആരാണ്? അല്ലാഹു എന്താണ് കടുപ്പാവാൻ പറഞ്ഞു ഇല്ലേ? ഇവിടെ നിങ്ങൾ ഈ ഫുയൂദാത്തു റബ്ബാനിയ എന്ന് പറയുന്ന കള്ള കിതാബിൽ പറയുന്ന എന്താണ്? വകുന്തു മഅ ഇബ്രാഹിമ മുൽഖൻ ബിനാരിഹി വകുന്തു മഅ, ഞാൻ ഉണ്ടായിരുന്നു ഇബ്രാഹിമിന്റെ കൂടെ. തെളിവ് ഉദ്ധരിച്ചു, പക്ഷേ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീ കെട്ടത്. പ്രാർത്ഥന കൊണ്ടാണോ തീ കെട്ടത്? ആണോ? അപ്പൊ ഇത് ഖുർആനെതിരാണ്. പിന്നെ ഖുർആനെതിരാണ്. പിന്നെ വേറെ തെളിവാണ് എന്റെ ചങ്ങാതി. എന്തിനാണ് സംവാദത്തിന് വരുമ്പോ ഇതൊക്കെ നോക്കിയുണ്ട്? ഇനി വേണോ? ഇനിന്നെ പിടിച്ചോ? ഇനി വേല. ഇതിലൊന്നു മാത്രമല്ല, ഇബ്രാഹിം നബിന്റെ കൂടെ മാത്രമല്ല. അനകുന്തു മഅ മൂസ മുനാജാത റബ്ബി വമൂസ അസാഹു മിൻ അസായസ്തമദ്ദതി. എന്താണ്? എന്താ മൂസാ നബി തന്റെ റബ്ബുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വടിന്റെ ദിവ്യത്വം എന്റെ വടിയിൽ പൊട്ടത്തരം, ഭ്രാന്തി, ഭ്രാന്തായിരുന്നു. ഇനി വേണോ? ഇനി വേണോ? ഇനി തെളിച്ചത് ഖുർആനെതിരാണ്. എന്താണ്? വഅലമു ഇൽമല്ലാഹി ഉഹ്തി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കംഹു വമൗജതി. അല്ലാഹുവിന്റെ ഇൽമ എത്രാന്ന് എനിക്കറിയാന്ന് ഈ പാള കിതാബ് പറഞ്ഞത്. ഇതാണ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് പറഞ്ഞത്. വഅലമു ഇൽമല്ലാഹി ഉഹ്തി ഹുറൂഫഹു. അള്ളാഹുവിന്റെ ഇൽമത്താന്ന് എനിക്കറിയാം, ഞാനത് തിട്ടപ്പെട്ടി തരാമെന്ന് ഈ പറയുന്ന കള്ള കിതാബ് പറയാ. ജനങ്ങൾ കേൾക്കട്ടെ. എന്നിട്ട് ഈ കിതാബ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് നിങ്ങൾ ചാർത്തുന്നത് ആണോ? ആണോ? ഇനി മാത്രമോ? ബാക്കി ഒരുപാട് കാര്യങ്ങള്. മൊഹീദ്ദീൻ ഷെയ്ഖ് നിസ്കരിക്കാറില്ലായിരുന്നു. ഈ കള്ള കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് ഒരു മഹാനായ വ്യക്തിയായിരുന്നു. മൊഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹം ഒരു മുവഹ്ഹിദായിരുന്നു. തൗഹീദിന് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ഒരിക്കലും നിസ്കരിക്കാറില്ല. ഞാനെന്താ നിങ്ങൾ ഇല്ലേ? മൊഹീദ്ദീൻ ഷെയ്ഖ് നിസ്കരിക്കാറില്ലായിരുന്നോ? നിങ്ങൾ പറയണം. അപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതിനെതിരായത് സമയമായോ? ടൈമായോ? ആ ഓക്കെ ഓക്കെ, ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തെളിയിച്ചിരിക്കുന്നു. ഖുർആൻ കൊണ്ട് തെളിയിച്ചു. കിതാബ് പണ്ഡിതന്മാർ വന്നിട്ടുണ്ടോ? ഖുർആനാ. അതിനപ്പുറം വേറെ എന്താ വേണ്ടത്? ഞാൻ തെളിയിച്ചിരിക്കുന്നു. അഷ്റഫ് വീണ്ടും വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിഷയം എന്താ? അതും മറന്നുപോയി അഷ്റഫ്. അഷ്റഫ് ഇവിടെ പറഞ്ഞത് മറ്റുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതിപ്പം നിങ്ങളിപ്പോ ലാസ്റ്റ് ഒരു ഭാരത്ത് പറഞ്ഞു ആലമു നബ്തല്ലാലി കൻഹുവ നബ്തഹു ആലമു റംലല്ലാലി കൻഹുവ ലി റംബതി വആലമു ഇൽമല്ലാഹി അഹ്സി ഹുറൂഫഹു വആലമു മൗജൽ ബഹരി കംഹു അലി മൗജത്തി. അതെന്താ ബാക്കിയുള്ളവർ വിട്ടത്? ഭൂമിയിലുള്ള സസ്യങ്ങളുടെ എണ്ണം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അള്ളാഹു പഠിപ്പിക്കുന്ന അറിവ് എനിക്കറിയാമെന്നാണ്. അതിന്റെ അർഫ് എനിക്കറിയാം. അള്ളാഹു പഠിപ്പിക്കുന്ന അറിവ് എനിക്കറിയാമെന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായിട്ട് ആ കിതാബിൽ പറയുന്നത്. ഫുയൂദാത്തു റബ്ബാനിയിലെ 59 വിവരിച്ചിട്ടുള്ളത്.
അതൊക്കെ വിഷയം വേറെയാണ്. അത് നമുക്ക് വേണം ചർച്ച ചെയ്യാം, അത് പിന്നീട് ചർച്ച ചെയ്യാം. അഷ്റഫെ, ഇങ്ങനെ കുറെ മറ്റുള്ള പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ സമർത്ഥിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഇബാറത്ത്, ഞങ്ങൾ കൊടുത്തിട്ടുള്ള കിതാബിൽ നിന്നാണ്. കിതാബിൽ നിന്നുള്ള ഇബാറത്താണ് കൊടുത്തത്. അത് തലക്ക് വെളിവില്ലാതെ എഴുതാൻ നീ പറഞ്ഞതാണ്. അത് ഞങ്ങൾക്ക് വിഷയമാണ്. നിങ്ങൾ പറയുന്നത് തലക്ക് വെളിവില്ലാതെ എഴുതിയാണ്. അത് അഷ്റഫിന്റെ കണ്ടുപിടുത്തം. അത് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു തലക്ക് വെളിവില്ലാതെ എഴുതിയതാണെന്ന് മറ്റേതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടെന്ന് അഷ്റഫ് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ആ കാര്യമാണ് വേണ്ടത്. അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം പറഞ്ഞിട്ടുള്ള ആൾ വിമർശിച്ചെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മൊയ്തി ഷേഖിന്റെ ജനനം എപ്പോഴാണ് അതൊന്ന് പറയോ? ഇനി ഈ ഒരു കാര്യങ്ങൾ അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാര് മൊയ്തി ഷേഖ് ജനിച്ചത് എപ്പോഴാണ് അത് കാര്യം അറിയാലോ. ഓക്കെ, അതെല്ലാം പോട്ടെ. ഈ ഫുയദാത്ത് റബ്ബാനിയുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ, വിമർശിച്ചിട്ടുണ്ടോ, ഗണ്ണിച്ചിട്ടുണ്ടോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ അഷ്റഫിന്റെ കണ്ടുപിടുത്തം. അഷ്റഫ് വേറെ കുറെ ആയത്തോന്നി എന്നിട്ട് അത് ഖുർആനെതിരാണ്. അത് അഷ്റഫിന്റെ വാദം. അത് ഞങ്ങൾക്ക് തെളിവല്ല. അഷ്റഫിന്റെ വാദം ഞങ്ങൾക്ക് തെളിവല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വാദം, പണ്ഡിതന്മാരുടെ ഉദാഹരണത്ത് കൊടുത്ത് തെളിയിക്കാനാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. പ്രാമാണികമായ ചർച്ചയാണ് ഇവിടെ വേണ്ടത്. അത് ഞങ്ങൾ ആദ്യമേ നിബന്ധന പറഞ്ഞതാണ് അഷ്റഫിനോട്. പ്രാമാണികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അല്ലാതെ അഷ്റഫ് പറയുന്നത് അത് തലക്കുകളില്ലാതെ എഴുതുക എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തെളിവല്ലാതെ. ഞങ്ങൾക്ക് വേണ്ടത് കിതാബിൽ നിന്നുള്ള ഇബാറത്ത്. മൊയ്തി ഷെയ്ഖിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഫുയദാത്ത് റബ്ബാനിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് കൊടുത്തിട്ടുള്ളത്. അത് ഉദാസി കിതാബ് ഫുയദാത്ത് റബ്ബാനി അൻ അബ്ദുൽ ഖാദിർ ജീലാനി കാല അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിന് ഗണ്ണിക്കാൻ മറ്റുള്ള പണ്ഡിതന്മാരുടെ കിതാബുകൾ എടുത്തോളൂ, കുഴപ്പമില്ല. ഇതിനെ അനുകൂലിക്കുന്ന കിതാബുകളാണ് ഞങ്ങൾ പറഞ്ഞത്. ഖലായിദുൽ ജവാഹിലിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 66, 66, 67, 66, 67 പേജിൽ. അതുപോലെ ബഹജത്തുൽ അസ്റാറിൽ 197, 107 വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പ്രാമാണികമായിട്ടാണ് പറയുന്നത്. അല്ലാതെ അഷ്റഫിനെ പോലെ യുക്തി ഉപയോഗിച്ചിട്ടുള്ള. ടൈം കഴിഞ്ഞതുകൊണ്ട് ഞാൻ മൈക്കറിലേക്ക്. അല്ല, ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ എത്ര അവസരമായി? എൻ്റെ ഇടയ്ക്ക് DC ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ശരിക്കും നോക്കാൻ പറ്റിയില്ല. എൻ്റെ ഓർമ്മയിൽ 6 അവസരമായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ഇവിടെ PMG പോസ്റ്റ് ചെയ്താൽ ഉണ്ടായിരുന്നു. 6 അവസരം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അഷ്റഫിന് വരെ അറിയുമ്പോൾ എത്ര അവസരമായി എന്നുള്ള ഓർമ്മയുണ്ടോ? അല്ല, അബോസ്ഥാൻ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ അടിക്കുക. 6 അവസരം കഴിഞ്ഞ് 7ാമത്തെ അവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. പക്ഷെ നിങ്ങളിത് എവിടേക്കാ പോയിരുന്നത്? ഇതൊക്കെ കണക്ക് കൂട്ടി വെക്കണ്ടേ? നിങ്ങൾ ഇടക്കിടക്ക് ഇതൊക്കെ അതല്ലേ ആദ്യം തന്നെ പറഞ്ഞത് 4-5 ആൾക്കാരൊക്കെ ഉണ്ടായിക്കോട്ടെന്ന്. ഇപ്പൊ പറയാണ് DC ആയി PC ആയി എന്നല്ലേ? അതൊക്കെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തന്നെ കണക്കൂട്ടിക്കോളി. ഞാൻ വെറുതെ കൂടി ഇത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അതിനെ ആദ്യം പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എണ്ണം പിടിക്കാനും നോക്കാനൊക്കെ ആളുകൾ ഉണ്ടാവണം എന്ന്. ഇപ്പഴേ തോന്നിയല്ലേ? അതെന്നാ പറഞ്ഞത്. നിങ്ങൾ ഉണ്ടായിരുന്നില്ലേന്ന്. ഞാൻ ഉണ്ടായിരുന്നത് നിങ്ങളെ നോക്കാനല്ലല്ലോ. ഞാൻ ഉണ്ടായിരുന്നത് വേറെ പല കാര്യങ്ങൾ വേറെ നോക്കാനല്ല. ഓക്കെ, ഞങ്ങൾ വേറെ പലതും പറയുന്നത് നോക്കാനാണ്. ഓക്കെ, നിങ്ങൾ നോക്കണ്ടേ നോക്കിക്കോ. ശരി, ഞാൻ അപ്പൊ മധ്യസ്ഥനുള്ളത് കിട്ടി. ഓൾ മധ്യസ്ഥനല്ലേ? ഓൾ മധ്യസ്ഥനല്ല, ഓൾ നോക്കണ്ടേ? ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇനി 2 ചാൻസും കൂടി അല്ലേ ഉണ്ടാവുക? നിങ്ങളോട് ഇതാണ് ആദ്യം പറഞ്ഞത്. ഒരു 4-5 ആളുണ്ടായിക്കോട്ടെ, എന്നാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തോ വാശി. നിങ്ങൾ വിചാരിച്ചില്ല സംഭവം നടക്കൂലെന്ന്? അത് ഞങ്ങൾ നടത്തും മക്കള്. അത് ഞങ്ങൾക്കറിയാം. എന്തായാലും ജലീൽക്ക മൈക്ക് എടുത്തോളൂ. എന്നിട്ട് പിന്നെ ഇനി എത്ര ചാൻസ് ആണ്? അഷ്റഫുനൂര് പറയുന്നത് മുജാഹിദീങ്ങൾ പറഞ്ഞ 2-3 ആൾക്കാരെന്നല്ലേ നമ്മൾ പറഞ്ഞ 2-3 ആൾക്കാരെ. അല്ല, അപ്പോൾ അങ്ങനെ 6 അവസരമായിട്ട് തീരുമാനിക്കുന്നു. ഇനി 7ാമത്തെ അവസരം, 2 അവസരം കൂടി ഉണ്ട് ചോദ്യം ചോദിക്കുവാൻ. അതിനുശേഷം അഷ്റഫ് പൂനൂരിന് ചോദ്യം ചോദിക്കാം. സയ്യിദ് അയാളും മറുപടി പറയുന്നതാണ്. ഞാൻ മൈക്കറിൽ മിസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇനി 2 ചാൻസും കൂടി അല്ല ഉള്ളത്? 2 ചാൻസും കൂടി. നിങ്ങൾ ഇനി 2 ചാൻസ്, ഇനി ഒന്നും കൂടി ഉണ്ടാവുക. മധ്യസ്ഥൻ
ആ അത് വേണ്ട. ആ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞിട്ട് പറയാ ഏതെങ്കിലും പണി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ ഖുർആനേക്കാളും വലിയൊരു പണ്ഡിതന് പിന്നെ ആവശ്യമുണ്ടോ? ഒന്ന് മൊഹീദ്ദീൻ ശേഖ് തന്റെ ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞ് അദ്ദേഹം ആരെ വിളിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു തന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പ്രയാസം വരും. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പ് ഈ ചർച്ച തന്നെ വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്നുള്ള ചർച്ചയാണ് അല്ലേ? ആ വല്ല നിലത്തിന്നും എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ ഇസ്തിഹാസ് ചെയ്യലല്ലേ? അല്ലേ? മൊഹീദ്ദീൻ ശേഖ് നിങ്ങൾ വെറുതെ വിളിക്കല? വെറുതെ വിളിക്കുമ്പോ ഒരു ഹോബിക്ക് ശേഖന് വെറുതെ അങ്ങനെ വിളിക്കല ആണോ? വിളക്കൂതി ഞാനും വിളിച്ചിട്ടുണ്ട്, പുതുതിയത്ത് ഞാനും നടത്തിയിട്ടുണ്ട്, മാലയാനും ചൊല്ലിയിട്ടുണ്ട്, നിങ്ങളെക്കാട്ടിലും കൂടുതൽ ചൊല്ലിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ചോദിക്കാം മൊഹീദ്ദീൻ ശേഖ് എന്നാ ജനിച്ചത്? ഇതൊന്നും ഓർമ്മല്ലേ? നാം പഠിച്ചോ? മൊഹീദ്ദീൻ ശേഖ് ഹിജ്റ 470 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റ 470 എന്റെ അയാള് അദ്ദേഹം ജനിച്ചത് 91 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഇനി അതല്ല നമ്മുടെ വിഷയം. ഇനി അറിയാങ്ങൾ പഠിച്ചോട്ടെ. പിന്നെ ഞാനിവിടെ പറഞ്ഞു ഈ പറയുന്ന ഫുയൂലാത്തു റബ്ബാനിയ എന്ന് പറയുന്ന കള്ള കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി ഇത് കള്ള കിതാബാണ് എന്ന്. കാരണം ഖുർആനെതിരെ ഒരു കിതാബ് പറഞ്ഞിട്ട് ഇത് നല്ല കിതാബാന്ന് പറയണമെങ്കിൽ എന്തൊരു തോലിക്കട്ടി ഞങ്ങൾക്ക്, എന്തൊരു തോലിക്കട്ടി മരിക്കേണ്ട ചങ്ങാതിമാരെ ഞങ്ങൾക്ക്. ഇതിലിപ്പോ നിങ്ങൾ അർത്ഥം നിങ്ങൾ ഈ ഫുയൂലാത്തു റബ്ബാനി നന്നായിട്ട് നോക്കണോ? ഞങ്ങൾക്ക് ഫുയൂലാത്തു റബ്ബാനി നല്ലോണം കണ്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം കേട്ടോ. ഇതിൽ പേജ് 67 ഫുയൂലാത്തു റബ്ബാനി ഞങ്ങൾ പഠിപ്പിച്ച ഫുയൂലാത്തു റബ്ബാനി ഞങ്ങൾക്ക് ഒരു പ്രാന്തൻ എഴുതി വെച്ചിരുന്നത് മൊഹീദ്ദീൻ ശേഖിന്റെ പേരിൽ മഹാനായ ഒരു വ്യക്തിന്റെ പേരിൽ നിങ്ങൾ ചാർത്ത് എന്താ പറയുന്നത്? ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എനിക്കറിയാം. ഒരിക്കലും മൊഹീദ്ദീൻ ശേഖ് ലോകത്തുള്ള എല്ലാ ചെടിയും ഉണ്ട് എന്ന് ഒരാൾ പറയൂല. ഇതിപ്പോ നിങ്ങൾ പറയാം അത് കറാമത്താണ്. ഒരാൾ കറാമത്തുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പാടി നടക്കൂല. മൊഹീദ്ദീൻ ശേഖ് കറാമത്തുണ്ടെങ്കിൽ അദ്ദേഹം പാടി നടക്കൂല. എനിക്കറിയാം അങ്ങനത്തെ ആളല്ല മൊഹീദ്ദീൻ ശേഖ്. നിങ്ങൾ മൊഹീദ്ദീൻ ശേഖിന്റെ പേരിൽ കെട്ടിണ്ടാക്കിയതാ, തീർന്നിട്ടില്ല. എന്താണ്? ഭൂമിയിൽ എത്ര മണൽ തരികളുണ്ട് എന്ന് എനിക്കറിയാം. ആ ഒരു പിടി മണ്ണ് വാരിയാല് കഴിയും സഹോദരന്മാരെ, ഒരു പിടി മണൽ വാരിയാല് ഭൂമിയിൽ മൊത്തം എത്ര മണൽ തരികൾ ഉണ്ട് എന്ന് എനിക്കറിയാന്ന് ഈ മൊഹീദ്ദീൻ ശേഖ് പറഞ്ഞിട്ടുണ്ട്. ഈ പൊട്ടൻ കിതാബ് പറയാൻ എന്നിട്ട് കിതാബ് തലയിലേക്ക് നടക്കുക വരും. മരിക്കേണ്ട ചങ്ങാതിമാരെ വേണ്ടേ? അപ്പൊ അതുകൊണ്ടൊന്ന് ചിന്തിക്കുക ഷഹാദ്. വെറുതെ ബാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണ്ട. സമയം കഴിഞ്ഞോ? അപ്പൊ അതുകൊണ്ട് ഇതിൽ വീണ്ടും അള്ളാന്റെ അറിവ് എത്ര എനിക്കറിയാന്ന്. കുബറല്ലേ? ആരെങ്കിലും പറയോ റബ്ബിന്റെ അറിവ് എത്ര ഉണ്ടെന്ന് എനിക്കറിയാന്ന്? എന്നിട്ട് അതും ഞാൻ മൈക്കെല്ലാം ചെയ്യുന്നു. റബ്ബിന്റെ അറിവ് എത്ര ഇന്ന് എനിക്കറിയാന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്റെ സുഹൃത്ത് വിഷയം മാറ്റുവാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വിഷയം എന്താ? നിങ്ങൾ അത് പറ, അതിനെക്കുറിച്ച് സംസാരിക്കുക. ഫുയൂലാത്തു റബ്ബാനി 50 ഉള്ളത് അത് പിന്നെ ഗണ്ണിച്ചിട്ട് മറ്റുള്ള പണ്ടത് നമ്മൾ പറഞ്ഞത് പ്രാമാണികമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. ഇത് ശേഷി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങൾ അറിയില്ല, അതൊക്കെ വേറെ വിഷയം. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതായത് ഫത്ഹുർ റബ്ബാനി ആരുടെ കിതാബ്? ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്നത് മൊഹീദ്ദീൻ ശേഖിന്റെ തന്നെ കിതാബാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രഹസ്യങ്ങൾ അറിയുന്നുള്ളത്. അള്ളാഹുവിന്റെ കുത്തുബുകളായ ഔലിയാക്കൾക്ക് എല്ലാ രഹസ്യങ്ങളുടെയും ഖസാനയുടെ മേൽ വെളിവാക്കപ്പെടുന്നതാണ് എന്ന്. അതായത് ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അവരിൽ നിന്നും മറന്നു പോകണമെന്നില്ല. അത് നന്മയായാലും തിന്മയായാലും ഈ കാര്യം ഫത്ഹുർ റബ്ബാനിയിൽ ഉണ്ടല്ലോ. ഫത്ഹുർ റബ്ബാനി മൊഹീദ്ദീൻ ശേഖിന്റെ ഗ്രന്ഥമല്ലേ? വൈദാകാന കുതുബ് തലാ അലൽ അഅമാലി അഹ്ല ദുനിയ വഅഖ്സാമിഹിം വമാ തഅവൂലു ഉമൂറുഹിം ഇലൈഹി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫി ദുനിയ മിൻ ഖൈറിൻ ഔ ശർറിൻ. ശത്രുവായ കാര്യമായാലും പിന്നെ നന്മയായ കാര്യമായാലും തിന്മയായ കാര്യമായാലും അവരിൽ നിന്നും മറഞ്ഞിരിക്കില്ല, അവർക്ക് അത് വെളിവാക്കപ്പെടും എന്നുള്ളത് ഫത്ഹുർ റബ്ബാനിയിലുണ്ട്. അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ നമുക്ക് വേണം ചർച്ച ചെയ്യാം. ഇവിടെ പറയേണ്ടത് പിന്നെ നിങ്ങളിപ്പം പറഞ്ഞു പിന്നെ ഇതിലുള്ള അതെല്ലാം അതിനെക്കുറിച്ച് അതിന്റെ അടിയിലുണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്ന അറിവ് എനിക്കറിയാമെന്നാണ് അവിടെ പറഞ്ഞത്. എനിക്ക് സ്വന്തമായിട്ട് അറിവുണ്ടെന്നല്ല, അള്ളാഹു പഠിപ്പിക്കുന്ന
നശിക്കും, അള്ളാഹു വെളിവാക്കപ്പെടും എന്നത് തന്നെയാണ് പറയുന്നത്. അതൊക്കെ വേറെ വിഷയമാണ് അഷ്റഫ്. നിങ്ങളിപ്പോ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഈ ഫുയൂദാത്ത് റബ്ബാനിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഏതെങ്കിലും പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് അത് പറയാം. അല്ലാതെ അഷ്റഫ് ഖുറാനിലായത്തോതി അത് ഇതിനെതിരാണെന്ന് അഷ്റഫ് ഗവേഷണം ചെയ്തിട്ട് പറയാനുള്ള വേണ്ടത്. അത് അതിനെതിരാണെന്ന് അഷ്റഫിന്റെ വാദം. അതൊക്കെ പഠിക്കാൻ കുറെ ഉണ്ട്, അത് വേറെ വിഷയമാണ്. ഇന്നിപ്പോ നമുക്ക് ചർച്ച ചെയ്യുന്ന ഈ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? അത് നീ ഇവിടെ പ്രാമാണികമായി തെളിയിക്കുക. അല്ലാതെ പിന്നെ വൈബറിയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കറാമത്തിനെ കുറിച്ചോ അതൊക്കെ വേറെ വിഷയമാണ്. പിന്നെ കറാമത്തിനെ കുറിച്ച് സംസാരിക്കാൻ അവിടെ വേറെ ഖുദ്സിയായ ഹദീസൊക്കെ ഉണ്ട്. അതിൽ അല്ലാഹു തആല എന്ന് പറയുന്നുണ്ട് ആബിദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ സുന്നത്തുകളായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ഞാൻ ഇഷ്ടപ്പെട്ടാൽ കൊന്തു സമയത്തുള്ള യുസ്മാഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അങ്ങനെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചിട്ട് ഇമാം റാസി തഫ്സീർ കബീറിന്റെ 24-ാം വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവർ വന്നു കഴിഞ്ഞാൽ വഹുവ യസ്മഉ ഖരീബഹ വൽ ബഈദഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് വിദൂരത്തുള്ള കാര്യങ്ങളും അടുത്തുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും, അവർക്ക് അറിയാൻ പറ്റുന്നുള്ളത്. അതൊക്കെ വേറെ വിഷയമാണ്. ഇവിടെ വിഷയത്തിലേക്ക് വരിക. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഫുയൂദാത്ത് റബ്ബാനി പിന്നെ ഉള്ള കാര്യം ഇത് കളവാണെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയാതെ പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവ് നിരത്തുക. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ടൈമായി തോന്നുന്നു. ഹലോ, അദ്ദേഹം കൈവക്കിയിട്ടുണ്ട്, ചെറിയ മധ്യസ്ഥം കൈവക്കിയിട്ടുണ്ട്, എന്തൊക്കെ പറയാനുണ്ടാവും. ഞാൻ മൈക്കിൽ എന്നിട്ട് ഞാൻ എടുക്കാം. മൈക്ക് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. മൈക്ക് ടൈം കീപ്പ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇനി ഇത് അവസാനത്തെ അവസരമാണ്. ഇതിനു ശേഷം അഷ്റഫ് പൂനൂരിന് ചോദ്യം ചെയ്യിക്കാം, സേദായാർ മറുപടി പറയുന്നതാണ്. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വീണ്ടും ചോദിച്ചാ ഫുയൂദാത്ത് റബ്ബാനി അതിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാര് കാണേണ്ട പൊന്നു അത് ഇതിപ്പോ അടുത്ത് വന്നതാ. ഏത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ഫുയൂദാത്ത് റബ്ബാനി ബഹജയിൽ വന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി ബഹജയിലൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ആണോ? പറഞ്ഞിട്ടുണ്ട്, ഇബ്നൂജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാജി ഖലീഫ എന്ന് പറഞ്ഞ കശ്ഫുൽ നുനൂൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഹാജി ഖലീഫ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അള്ളാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഇത് മൊഹീദ്ദീൻ ഷേഖിനെ പറ്റി പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ഇനിയുണ്ട്, പക്ഷെ ഇതെന്നറിയോ, ഇത് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് പറഞ്ഞുതരാം. ഇബ്നു ഹജർ അസ്ഖലാനി ബഹജന്റെ ഈ വിഷയത്തിന് അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം, പക്ഷെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഫുയൂദാത്ത് റബ്ബാനി കഴിയട്ടെ, എന്നിട്ട് ബഹജയിലേക്ക് പോകാൻ ചേർത്തിട്ടാ. ഫുയൂദാത്ത് റബ്ബാനിയെ കഴിഞ്ഞിട്ട് ബഹജയിലേക്ക് പോകാൻ ചേർത്തിട്ടാ. ഫുയൂദാത്ത് റബ്ബാനി എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരനാണ് ഈ സാധനം ഉണ്ടാക്കിയത്. ഇന്ത്യക്കാരനാണ് എന്നാണ് എന്താണ് വാശി പിടിക്കുന്നില്ല. ഈ ഫുയൂദാത്ത് റബ്ബാനി ഉണ്ടാക്കിയത് ഇന്ത്യക്കാരനാണ് എന്നാണ് എന്റെ ഏതൊരു കള്ളൻ ഉണ്ടാക്കി, ഒരു കള്ള കിതാബ് ഉണ്ടാക്കി ഇസ്ലാമിന്റെ പേരിൽ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞാൽ കഴിച്ചിട്ടാവില്ല. നിങ്ങൾ കുറെ ഇത് നന്നായിട്ട് പാടികള് അള്ളാഹുവിന്റെ ഇൽമ് എത്ര, അള്ളാഹുവിന്റെ ഇൽമ് എനിക്കറിയാം, അത് ഞാൻ തിട്ടപ്പെടുത്തി തരാനാ. മനസ്സിലായോ? എന്നിട്ട് തീർന്നില്ല. കടലിലെ തിരമാലകൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. ആ കടലിൽ എത്ര അത് എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. വെറും പൊട്ടപ്പോയതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്നും രക്ഷിച്ചത് ആരാണ്? മൊഹീദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. ഭയങ്കരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം മൊഹീദ്ദീൻ ഷേഖ് എന്നിട്ട് പറയാണ് ഇബ്രാഹിം നബി എന്റെ പ്രാർത്ഥന കൊണ്ടാണ്, എന്റെ പ്രാർത്ഥന രക്ഷിക്കില്ലായിരുന്നു. അവർ കളവ്. ഇവരുടെ മൗലിദ് പറയുന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രകാശം ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത് ഇബ്രാഹിമിനെ രക്ഷപ്പെട്ടിട്ട്. അതാണ് വേറെ രസം. ഞാൻ വിഷയം ഞാൻ എന്ത്
വിഷയം മാറ്റുന്നത്. നിങ്ങൾ ഇവിടെ വിഷയം ഈ പറയുന്ന ഫുയൂലാത്ത് റബ്ബാനി എന്ന് പറഞ്ഞത് ഇത് കള്ള കിതാബാണ്. അത് ഞാൻ തെളിയിച്ചു. ഈ കിതാബുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തെളിയിച്ചു. ഇത് ഖുർആനിനെതിരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരാണ്, ഹദീസിനെതിരാണ്. ഇതിപ്പോ വേറെ നിങ്ങൾക്ക് വേണ്ടത്? ശരി, വേറെ നിങ്ങൾക്ക് വേണ്ടത്? ഖുർആനെതിരെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറയുന്നത് അതിലുള്ള കാര്യം പറയാം, എന്നിട്ട് ഓൻ പറയാം തെളിവല്ല, അതിനെതിരാണ്, ഇതിനെതിരാണ്, ഇതിനാണെന്ന് പണ്ഡിതന്മാർ വായിച്ചിട്ട് പറയാം. ഇബ്രാഹിം നബി അഗ്നി ഉണ്ടാക്കിയിട്ട സമയത്ത് എന്താണ്, ഞാൻ ഉണ്ടായിരുന്നു കൂടെ, എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത് എന്ന് പച്ചക്കളവ് പറയുമ്പോൾ ഖുർആൻ പറയുന്നെന്താ? ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് സമയം 3 മിനിറ്റ് അല്ലേ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ തെളിയിച്ചിരിക്കുന്നു, ഞാനിവിടെ കള്ളക്കിതാബാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, ശൈഖ് ജീലാനി പറഞ്ഞതിനെതിരാണ്. ഇതിന് വേറെ എന്താണ് കേൾപ്പിക്കേണ്ടത്? മൈക്കറില് ഹലോ, അഷ്റഫ് വീണ്ടും അവന്റെ യുക്തിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് പ്രാമാണികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ അവസരം കഴിഞ്ഞു. 8 പ്രാവശ്യം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ ചാടണ്? ഇനി അഷ്റഫ് ചോദ്യം ചോദിക്കുകയും പിന്നെ നമ്മുടെ ഷഹദ് പേരെന്താണ്? അത് നേരത്തെ പറഞ്ഞല്ലോ, അത് പറയേണ്ടതാണ്. നേരത്തെ നിങ്ങൾ ചെവിയൊന്നും കേൾക്കണില്ലേ? നിങ്ങളെ 345 ശരിയില് നമ്മളെ അബ്ദുൽ ജലീലല്ലേ? ആ അൽമക്കറിലുള്ള മൊഴിയാരല്ലേ? അൽമക്കറിലുള്ള അബ്ദുൽ ജലീലല്ലേ? അല്ലേ? ആണല്ലോ അല്ലേ? അന്ന് നമ്മള് ഓക്കെ അങ്ങനെ എന്താണ് ഹബീബേ? ഓക്കെ എപ്പോഴല്ല നമ്മള് മനസ്സിലായത്. നമ്മളൊരു വാദപ്രതിവാദം കഴിഞ്ഞല്ലേ അവിടെ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട്? അന്നല്ലേ നമ്മളെ മറ്റേ ചങ്ങാതി എന്താണ് സാവാദ് ഉസ്താദേ റാസിയിലുണ്ടാന്നൊക്കെ ചോദിച്ച്. ഓക്കെ, എന്തായാലും ശരി, അതുകൊണ്ട് പറയാം. അപ്പൊ ഇനി അഷറഫ് പൂനൂര് ചോദ്യം ചോദിക്കുകയും ഷഹാദിന് എനിക്കറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഷഹാദ് മറുപടി പറയും ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, അഷറഫ് പൂനൂർ ബൈക്കിലേക്ക് വാ. ഓക്കെ, ഞാൻ അബ്ദുൽ ജലീൽ തന്നെയാണ്. അൽമക്കർ റൂമിൽ നമ്മൾ ചർച്ച നടത്തിയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പിന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ട, അതിന് ഇവിടെ വിളിച്ചേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൂടുതൽ സ്വന്തം യൂട്യൂബിൽ നോക്കി നമുക്ക് മനസ്സിലാവും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോയിട്ട് തലയിൽ വെള്ളം വെച്ചിട്ടൊക്കെ പോയ സ്ഥലത്ത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതൊന്നും ഇവിടെ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ല അപ്പൊ ആ വക കളികളൊന്നും വേണ്ട. യൂട്യൂബിൽ താങ്കൾ ഇട്. അന്ന് നമ്മൾ നടത്തിയ അസർ മുതൽ വിശാവരെ നടത്തിയുള്ളത് മുഴുവനും ഇട്. നിങ്ങളെ കഷ്ണം മുറിച്ചിട്ട് എന്താ നിങ്ങൾ അതൊന്നും ഇടാത്തത്? കഷ്ണം മുറിച്ചിട്ടിടല്ല, മുഴുവൻ ഇട്. അപ്പൊ അത് വേണ്ട. അല്ലാണ്ട് ആ അഷറഫൂനൂര് എന്നോട് ചോദ്യം ചോദിക്കാൻ ഷഹദ് ബൈക്കിലേക്ക് നമ്മളെ വിഷയം തന്നെ ദുബായിത്തെ പിന്നെ നമ്മുടെ വിഷയം എന്റെ ചോദ്യാവസരാണ്. ജലീൽക്ക, ഞാൻ സംസാരിക്കുന്നത്. ജലീൽക്ക ഏതായാലും സമയം 11 മണിയായി. കാരണം 11:30 വരെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, എന്തോ ഒരു മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ, അപ്പോ ഇനി എന്റെ ചോദ്യത്തിന്റെ അവസരമാണ്. ഇവിടെ ഈ വിഷയം വരാൻ കാരണം വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മൊഹീദ്ദീൻമാരുള്ള വരിയാണ്. അത് മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ കൊണ്ടുവന്നത് ഫുയൂലാത്ത് റബ്ബാനി എന്ന് പറയുന്ന കള്ളക്കിതാബാണ്. ഇത് കള്ളക്കിതാബാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇനി ഇവിടെ ജനങ്ങൾ അറിയട്ടെ എന്റെ ചോദ്യം. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ നിങ്ങൾ പാടുന്നുണ്ട്. നമ്മുടെ ചർച്ച ചെയ്തത് മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി
തന്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, 1000 വട്ടമാകട്ടെ, 1/2 വട്ടമാകട്ടെ, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് മുഹയ്യിദ്ദീൻ ഷേഖ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ മുഹയ്യിദ്ദീൻ ഷേഖ് എവിടെ പറഞ്ഞു? മുഹയ്യിദ്ദീൻ ഷേഖ് എവിടെയാണത് പറഞ്ഞത്? ഒരുപാട് കിതാബുണ്ട്. മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബ് ഫതുഹുൽ ഗൈബ്, ഉന്നത്ത്, ഫതുഹുർ റബ്ബാനി, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾ എന്നെ 1000 വട്ടം, ചിലപ്പം പറയും 1000 വട്ടം വിളിക്കണം, പുറത്ത് പറയും വല്ല എന്തൊരു വിളി വിളിച്ചാൽ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ സമയമായോ? ഓക്കെ, കേട്ട് ടൈമായി. ഓക്കെ, 2 മിനിറ്റ്. ഞാൻ മറ്റാളെ പോലല്ല, 2 മിനിറ്റ് 2 മിനിറ്റ്. അടുത്ത ആള് 3 മിനിറ്റ് എടുക്കാം. ഷാദ് മൈക്കിലേക്ക് വാ. അടുത്ത ടൈം നോക്കുന്നവനെ അവരാ നമ്മള് നോക്കണ്ട. ഇപ്പൊ എന്താ വെച്ചാൽ ലാസ്റ്റ് വെച്ചിട്ട് അവന് നോക്കുന്നതായിരുന്നു. ഹലോ, അഷ്റഫ് ഇവിടെ ചോദിച്ചത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. കാരണം ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇബാറത്തുള്ളത് ഫുയൂദാത്തുർ റബ്ബാനിയിലാണ്. അതിൽ പറയുന്നത് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറാഉൽ അസീസ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ കിതാബിലുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മുഹയ്യിദ്ദീൻ ഷേഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്ന് ഞങ്ങൾ ഇബാറത്ത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഈ കിതാബ് തള്ളേണ്ടതാണ് എന്നുള്ളതൊക്കെ അഷ്റഫിന്റെ വാദമാണ്. അഷ്റഫ് അതിന് കുറെ ഗവേഷണങ്ങൾ നടത്തിയിട്ടു, പിന്നെ മറ്റുള്ള കുറെ ആയത്തുകളൊക്കെ ഓടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നല്ല ഇവിടെ വിഷയം. മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബിലുണ്ട് ഇല്ലേ എന്നല്ല. മുഹയ്യിദ്ദീൻ ഷേഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹയ്യിദ്ദീൻ ഷേഖ് പറഞ്ഞത് ആ കിതാബിൽ, മുഹയ്യിദ്ദീൻ ഷേഖ് എഴുതിയ കിതാബിൽ തന്നെ വേണം എന്നുള്ളത്. അത് ഏതൊരു പണ്ഡിതന് എങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പണ്ഡിതൻ അതിനെ വിശദീകരിച്ച് പറയണം ഇത് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് തള്ളേണ്ടതാണ് എന്ന്. മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബിൽ ഇല്ലാത്ത ഒരു കാര്യവും പിന്നെ മുഹയ്യിദ്ദീൻ ഷേഖ് പറഞ്ഞതായിട്ട് മറ്റ് കിതാബുകളിൽ വന്നാൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇബാറത്താണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അഷ്റഫ് ഇത് തെളിയിച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ അഷ്റഫ് പ്രാമാണികമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല. ഇവിടെ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. അഷ്റഫ് പറയുന്നത് ഇത് കള്ള കിതാബാണ്, ഏത് തലക്ക് പിന്നെ സുഖമില്ലാത്ത ആളെ എഴുതിയെന്നൊക്കെ അഷ്റഫിന്റെ വാദമാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്കും അഭിപ്രായമില്ല, അത് അഷ്റഫിന്റെ വാദമാണ്. അഷ്റഫ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ പിന്നെ തെളിവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇസ്തിഹാദുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ വിഷയം ഈ പിന്നെ ഫുയൂദാത്തുർ റബ്ബാനിലുള്ള ഈ കാര്യം കള്ളമാണെന്ന് തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അഷ്റഫിന്. എന്നിട്ട് അഷ്റഫ് പറഞ്ഞ് ഞാനത് തെളിയിച്ചു അങ്ങനെ തെളിയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തെളിവാവില്ല. അവിടെ നമുക്ക് വേണ്ടത് പ്രാമാണികമായിട്ടുള്ള തെളിവുകളാണ്. അത് ഇതുവരെ അഷ്റഫ് തന്നിട്ടില്ല. ഇനി പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇബാറത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബാണെന്ന്, ഫുയൂദാത്തുർ റബ്ബാനി മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഫുയൂദാത്തുർ റബ്ബാനിയിൽ മുഹയ്യിദ്ദീൻ ഷേഖ് പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾക്ക് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യുക, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. കണ്ണിനെന്താ പ്രശ്നം? ഓക്കെ, 12:07 വരെ നേരത്തെ തന്നെ മൈക്ക് വിട്ടു, അതുകൊണ്ടാ. ഓക്കെ, അടുത്ത ആൾ മൈക്ക് എടുക്കാം. ഹലോ, ഇതൊക്കെ ഓർത്തിട്ട് വന്നാ പോലെ എന്റെ ഹബീബി. സംവാദത്തിന് വരുമ്പോ നിങ്ങൾ എന്താ മുജാഹിദിന്റെ കുട്ടികളോട് സംവാദത്തിന് വന്ന അങ്ങനെ, നിങ്ങൾ കുട്ടികളോട് വന്നാൽ ഇങ്ങനെ, ഇപ്പൊ വലിയ ആൾക്കാരോട് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ പറയാ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല പറയുന്നത്. പറയാം നിന്നോട് ഇങ്ങോട്ട് ചോദ്യത്തിന് സമയം കഴിഞ്ഞു. ഞാനിപ്പോ അങ്ങോട്ട് ചോദിക്കുന്ന സമയം ആവശ്യം മറന്നുപോയോ? വീണ്ടും ഇങ്ങോട്ട് ചോദിക്കുക. ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. ഫേസ്ബുക്കിൽ നിന്ന് ചർച്ച തന്നെ ഇതാണ്. ആ ചർച്ചയിൽ നിന്ന് മുഹയ്യിദ്ദീൻ ഷേഖ് വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മുഹയ്യിദ്ദീൻമാരിലുണ്ട്. ഇങ്ങനെ മുഹയ്യിദ്ദീൻ ഷേഖ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഫുയൂദാത്തുർ റബ്ബാനി എന്ന് പറയുന്ന കിതാബ് നിങ്ങൾ തെളിവിന് കൊണ്ടുവന്നത്. ഞങ്ങൾ പറയുന്നത് മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബല്ല. വീണ്ടും ചോദിച്ചു മുഹയ്യിദ്ദീൻ ഷേഖിന്റെ കിതാബുണ്ടോ? അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിച്ചെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ കിതാബ് നോക്കലുണ്ടോ? നിങ്ങൾ നോക്കലുണ്ടോ? അത് പൊട്ടൻ ചോദ്യം ഞങ്ങൾ ചോദിച്ചത്, അന്ന് ഫേസ്ബുക്ക് ചോദിച്ചത്.
അപ്പൊ ഞങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി മാത്രങ്ങൾ ഒരു കിതാബ് എഴുതിയിട്ടില്ല, ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. റസൂലുള്ളാഹി മാത്രങ്ങൾ എഴുതിയില്ല, ആ കിതാബിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു എന്ന് ഞങ്ങൾ ചോദിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക, വെറും പൊട്ടത്തം വിളിച്ചല്ലേ. ഇവിടെ ചോദ്യത്തിന് മറുപടി, എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ പറയുന്നു, കുത്തുബിയത്തിൽ പറയുന്നു, ആരെങ്കിലും വൃത്തിയോടും വെടിപ്പോതും കൂടി എന്നെ 1000 വട്ടം വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. അത് മൊഹീദ്ദീൻ അലി പറയുന്നുണ്ട്, വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായി കൂടാവും നീലം ചെയ്യുന്ന എന്നവർ എവിടെ പറഞ്ഞിട്ടു? ഷെയ്ഖ് ജീലാനിയുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ ഷെയ്ഖ് ജീലാനി ജീവിച്ചത് ഏത് കാലഘട്ടം, എന്നിട്ട് 500 കൊല്ലം കഴിച്ചിട്ട് കൊണ്ടുവന്ന് ഒരു കിതാബ് എടുത്തിട്ട് ഇതിൽ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നു. ഇതിലും നല്ല നിങ്ങൾ കാന്തപുരം പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാന്തപുരം പറഞ്ഞു ഇതേപോലെയാണ് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇവിടെ അതിന് അടിമമാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി പറയേണ്ട ആവശ്യം വരുന്നില്ല. മൈക്ക് വിടാൻ പറഞ്ഞാൽ മൈക്ക് വിടുക, ഇനി സഹോദരന്മാർക്ക് മൈക്ക് എടുക്കുക, അവിടെ മറുപടി പറയുന്നു. അഷ്റഫ് എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത്? അഷ്റഫ് പറയുന്നത് റസൂൽ സല്ലല്ലാഹു മുഹീദ്ദീൻ ശൈഖ് തന്നെ കിതാബിൽ എഴുതി വെച്ചാലേ വിശ്വസിക്കൂ എന്ന് പറയണമെങ്കിൽ അപ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ശേഷമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ തള്ളണം, ഏതൊക്കെ എടുക്കണം എന്നുള്ളത് അതിൽ മറ്റുള്ള പണ്ഡിതന്മാർ അതിന് ഗണ്ണനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ തള്ളേണ്ടതും കൊള്ളേണ്ടതൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെച്ചാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് പോലെ ആവില്ല ഈ വാദവും. അത് മുഹീദ്ദീൻ ശൈഖ് പറയുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ തന്നെ വേണമെന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫുതുഹുൽ ഗൈബ് എന്ന് പറയുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബാണ്. അതിൽ പറയുന്നുണ്ട് അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു തആല പറയുന്നതായിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു എന്നുകൊണ്ട് പറയുന്നു, ഓ മനുഷ്യ ഞാനാണ് ഇലാഹ്. അതായത് ഇത് പറഞ്ഞു യബ്ന ആദമ അനല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ അന അഖൂലു ലിശൈഇൻ കുൻ ഫയകൂൻ. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം പറഞ്ഞു ഖദ് ഫഅല ദാലിക ബികസീരിൻ മിൻ അൻബിയാഇഹി വഔലിയാഇഹി വഖദ് ഫഅല ദാലിക ബികസീരിൻ മിൻ അൻബിയാഇഹി വഔലിയാഇഹി ഖവാസിഹി മിൻ ബനി ആദം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നത് അല്ലാഹു തആല പറയുന്നത് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അല്ലാഹു തആല ഓ മനുഷ്യ ഞാനാണ് ഇലാഹ്, ഞാൻ അല്ലാത്ത ഒരു ഇലാഹും നിനക്ക് ഇല്ല, അങ്ങനെയുള്ള ഇലാഹാണ് ഞാൻ. ഒരു കാര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഉണ്ടാകും. എന്നെ നീ വഴിപ്പെട്ടു ജീവിക്കുക. എന്നാൽ ഒരു കാര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ എത്തിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. നിശ്ചയം അല്ലാഹു തആല അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും ധാരാളം പേർക്ക് അപ്രകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് മുഹീദ്ദീൻ ശൈഖ് തന്നെ ഫുതുഹുൽ ഗൈബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫുതുഹുൽ ഗൈബിൽ 16-ാമത്തെ ബാബിൽ എടുത്തു നോക്കിയാൽ അവിടെ കാണുന്നതാണ്. അപ്പോ ഇത് ഫുതുഹുൽ ഗൈബിലുള്ള കാര്യമാണ്. അപ്പം അവരുടെ കഴിവുകളെ ചോദ്യം ചെയ്യുന്ന അതല്ല ഇവിടെ വിഷയം. നമ്മൾ ഇവിടെ വിഷയം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈദാത്ത് റബ്ബാനിയിൽ 50-ാമത്തെ പേജിൽ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പറഞ്ഞതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കാര്യം ഇത് കള്ളക്കഥയാണെന്ന് തെളിയിക്കാൻ പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവുകളാണ് വേണ്ടത്. അതാണ് ഞങ്ങൾ ചോദിച്ചിരുന്നത്. അത് നീ ഇതുവരെ ഉത്തരം നിന്നിട്ടില്ല. എന്നിട്ടിപ്പം കുറെ വാക്ക് മാറ്റാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊന്നും പറിച്ച് കാര്യമില്ല. ഓക്കെ, ഓക്കെ ഞാൻ മൈക്ക് റിലീസ് എനിക്ക് അല്ലെങ്കിൽ പറയാനില്ല. കാരണം വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ 8 മിനിറ്റ് ആയോ? ഓക്കെ ടൈമായോ പറഞ്ഞിരുന്നു മൈക്ക് എന്ന് പറഞ്ഞത് 12 വരെയാണ് നിങ്ങളുടെ ടൈം. ഓക്കെ, അടുത്തത് അഷ്റഫ് കൂനൂർ. ഹലോ. അല്ല സഹോദര, ഇപ്പോഴും ഞാനിപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന സമയം ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഞാൻ തരേണ്ടത്. അള്ള പറഞ്ഞിട്ടുണ്ട് മുമ്പ് അള്ള ഉണ്ടാവുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊന്നല്ല നമ്മളെ വാദം.
ഇവിടെ നമ്മളെ വാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, എന്തൊക്കെയാണ് സംഭവം എന്നൊന്നല്ല നമ്മളെ വാദം. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് മറുപടി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കേണ്ടതല്ലോ. ചോദ്യം ചോദിക്കാനും അറിയില്ല, ഉത്തരം പറയാൻ അറിയില്ല. ഈ നിങ്ങൾ എന്തിനാ പുറപ്പെട്ട്, എന്തിനാ നിങ്ങൾ വന്നത്? പബ്ലിക്ക് തന്നെ വേണം, എല്ലാരും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ ഒരാളെ വിളിക്കാൻ വേണ്ട 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 പ്രശ്ന എന്താ പറഞ്ഞത്? ജനങ്ങൾ കേൾക്കുന്നുണ്ട്. 180ഓളം ആളുകൾ ഇപ്പൊ ഇത് ഓൺലൈനിൽ കേൾക്കുന്നുണ്ട്, റേഡിയോയിൽ അല്ലാത്തവരും കേൾക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾക്കില്ല, കഴിയില്ല നിങ്ങൾക്ക്. കാരണം മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുവഹിദാണ്. അദ്ദേഹം എന്താണ്, നല്ലൊരു വലിയ മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിച്ചിരുന്നു, മറുപടി നിങ്ങൾ തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കിതാബിൽ എന്നെ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കാൻ കഴിയൂല നിങ്ങൾക്ക്. ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ഇത് രണ്ടും നിങ്ങൾ പറയുന്നില്ല കേട്ടോ, ഇത് രണ്ടും നിങ്ങൾ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ബുയൂദാത്തുർ റബ്ബാനിയയിൽ പറയുന്നു, ബുയൂദാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നിസ്കരിക്കാറില്ലായിരുന്നു, മക്കത്തിനായിരുന്നു നിസ്കരിക്കുക. ആൾക്കാർ നോക്കും നിസ്കരിക്കുന്നില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് പറയാനുണ്ട്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനോടുകൂടി സമയമില്ലാത്തത് കൊണ്ട് ഒരു ചോദ്യം കൂടി, കാരണം ഉത്തരം പറയുന്ന ഒരുപാട് സമയം വേണ്ടല്ലോ. ഇബ്രാഹിം നബിയെ തീയിൽ നിന്നും രക്ഷിച്ചത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പ്രാർത്ഥന കൊണ്ടാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്നും രക്ഷിച്ചത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പ്രാർത്ഥന കൊണ്ടാണോ? മറുപടി പറയാം. കാരണം എന്താ അറിയോ, സമയമില്ലാത്തത് കൊണ്ടാണ് രണ്ട് ചോദ്യം ചോദിച്ചത്. ഒന്ന്, ഈ പാള കിതാബിൽ പറയുന്നത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നിസ്കരിക്കാറില്ലായിരുന്നു. ഓക്കെ, മൈക്കിൾ വിഷു. ഹലോ അഷ്റഫ് ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഫുയൂദാത്തുർ റബ്ബാനിയിലുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് എന്തൊന്നും പറയാത്തത്. നീ മറ്റുള്ള കാര്യങ്ങൾ ഈ ഫുയൂദാത്തുർ റബ്ബാനിയിൽ ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഇതുവരെ ഒന്നും പറയാതെ മറ്റുള്ള കുറെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ പറയുന്നു മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നല്ലൊരു ഇതാണ്, അങ്ങനെ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നു. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ അപമാനിക്കുന്ന ഒരു ടീമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചിട്ട് 1980 അൽമനാറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യം പറയണോ? അതിൽ പറയുന്നത് എന്താ? യാതൊന്നു കാണുവത് നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവത് നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവത് നാരായണ നമോ നമോ. ഇത് ശങ്കരാചാര്യരുടെ തത്വമാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ എന്ന് പറഞ്ഞ ടീമല്ല നിങ്ങൾ. ഇനിയിപ്പോ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെയൊന്നും പറയും. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നല്ല വ്യക്തി, അത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഒരു ചർച്ചയ്ക്ക് വന്നത്? എന്നിട്ട് ഇപ്പൊ ചോദിക്കാനോട് ഇപ്പൊ ചോദിച്ചതിന് മറുപടി വന്നിട്ടില്ല. ചോദിച്ചതിന് മറുപടി വന്നെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്ക സുഹൃത്തെ. നീ മറ്റുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടെന്താ? ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇവിടെ ഞങ്ങൾ പറഞ്ഞതിൽ നീ ഇപ്പൊ തെളിയിച്ചു എന്ന് പറയുന്നല്ലാതെ നിന്റെ യുക്തി അനുസരിച്ച് നീ കുറെ ആയത്തുകൾ എഴുതിയിട്ട് അത് ഇതിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അത് വിഷയം സമർത്ഥിക്കലല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നീ കൃത്യമായി മറുപടി വന്നിട്ടില്ല. മറ്റുള്ള കുറെ കാര്യങ്ങൾ പറയാം, ഈ മലയിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, അതൊക്കെ മറ്റുള്ള വിഷയങ്ങൾ. അത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ പിന്നീട്. ഇപ്പൊ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ പറയുമ്പോൾ നീ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ചോദ്യം ശരിയാണ്ടെങ്ങനെ ഉത്തരം പറയാ? ഓക്കെ, അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുള്ള ഉത്തരങ്ങൾ വരും. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്താ കംപ്ലീറ്റ് ആക്കാത്ത? നിങ്ങൾക്ക് 1 മിനിറ്റ് കൂടി ഉണ്ട്. എന്താ നേരത്തെ തന്നെ വിടുന്നത്? 1 മിനിറ്റ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും 1 മിനിറ്റ് 18 വരെ ഉണ്ട്. 12:18 വരെ നിങ്ങളുടെ ടൈമാണ്. ചോദ്യം ചോദിക്കാം. അല്ല, ഉത്തരത്തിന് സമയമുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കാൻ ഇനിയും സമയമുണ്ട്. 18 വരെ നിങ്ങൾക്ക് ചോദിക്കാം. 12:18. ചോദ്യം ക്ലിയർ ആവേണ്ടത്. ചോദ്യം വിഡിത്തമായാൽ അങ്ങനെ ഉത്തരം പറയുന്നത്. ഉത്തരം പറയണമെങ്കിൽ ചോദ്യം വ്യക്തമാണെന്ന്. ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മറുപടി തരിക. മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടെന്താ? അതുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അപ്പോൾ ഉത്തരം തരും. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ തെളിയിച്ച ഞങ്ങൾ കിതാബിൽ നിന്നുള്ള ഇത് വന്നു, ഇത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബാണ്, വാക്കുകളാണെന്ന് ഇങ്ങനെ ഈ ഒരു കിതാബിലുണ്ട് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലാതെ മറ്റുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ വേണ്ടേ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ചർച്ച നടക്കട്ടെ. ഓക്കെ.
താങ്കൾ കാര്യം ചെയ്തിടായിരുന്നു. പിന്നെ നമുക്ക് ഈ സംവാദം ചർച്ച നടത്തിയപ്പോ ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾ എഴുതിക്കൊണ്ടുവന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്നാ പിന്നെ ഞാൻ അത് ചോദിക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം എന്നാ പിന്നെ നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ മറുപടി പറയാൻ. നിങ്ങൾക്ക് ആദ്യം തന്നാൽ പറയുന്നു ഇതാ ഇത്രയും ചോദ്യങ്ങളുണ്ട്, ഇത് ചോദിക്കണം, ഞങ്ങൾക്ക് ഇത് മാത്രമേ അറിയൂ, ഞങ്ങൾ ഫുള്ളാത്ത റബ്ബാനിയെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്കൊന്നും ഞാൻ അറിയിക്കാൻ പോരായിരുന്നോ? എന്താ കഷ്ടപ്പെടുന്നത്? ചോദ്യം വരും റബ്ബാനി ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങൾ തള്ളിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട്. അപ്പൊ അതുകൊണ്ടാ ചോദിച്ചു. നിങ്ങൾ പറയാം വിഷയം അല്ലാന്ന്. വിഷയം എന്താ? വിഷയം അതല്ലാന്ന്. വിഷയം ഇതല്ലേ? ഫുയൂദാത്തു റബ്ബാനിയെ കള്ള കിതാബാണ്, പാള കിതാബാണ് എന്ന് തെളിയിക്കല ഞങ്ങളെ പണി. അത് തന്നെ സംവാദവും അല്ലേ? അല്ലേ? ഫുയൂദാത്തു റബ്ബാനിയെ കള്ള കിതാബാണ്. അതിനാണ് നിങ്ങൾ ചോദിച്ചത്. ഇതിൽ പറയുന്നു, അതിനാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു എന്ത്? ഇബ്രാഹിം നബിയെ രക്ഷിച്ചത് എന്താണ്? അള്ളാഹുവാണ്. അവിടെ അള്ളാഹു ദീനോട് എന്ത് പറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങളുടെ ഫുയൂദാത്തു റബ്ബാനിയിൽ പറയുന്നു വകുന്തു മഅ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി. എന്താണ് വകുന്തു മഅ ഇബ്രാഹീം? ഞാൻ ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. മുത്തത്തരം 1 മുൽഖം ബിനാരിഹി എന്ന സമയത്ത് വമാ അബറത നീറാന ഇല്ലാ ബിദഅവതി. എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത് എന്ന്. എവിടെ? എന്താ തെളിവ് നിങ്ങൾക്കുള്ളത്? ആര് പറഞ്ഞു? ഖുർആനിൽ പറയുന്നു ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ പറയുന്നു. നിങ്ങളെ മൗലൂദ് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം മുതലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതെന്ന്. എന്തൊക്കെ? അത് വേറെ വിഷയമാണ്. മൗലൂദിലേക്കാൻ പോകുന്നില്ല. എല്ലാം പൊട്ടത്തരാണ്, കള്ളത്തരാണ്. അപ്പം ഈ പാള കിതാബില്ല നിങ്ങളോട് ചോദിച്ചത് നിശ്ചയം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിരുന്നു എന്ത്? ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ നിന്നും സംസാരിച്ചത് വീണ്ടും ചോദിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ നിന്നും സംസാരിച്ചത് മുഹീദ്ദീൻ ഷേഖ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഫുയൂദാത്തു റബ്ബാനിയിലുണ്ട്. നിഷേധിക്കും നിങ്ങൾ അല്ലേ? അന കുന്തു മഅ ഈസാ വഫിൽ മഹദി നാതിഖ ഫഅതൈതു ദാവൂദൻ അലാമത്ത നഗ്മതി. അതുപോലെ തന്നെ എന്താണ്? അന കുന്തു മഅ അയ്യൂബ ഫീ സമനിൽ ബലാ വമാ ബരിഅത് ബൽവാഹു ഇല്ലാ ബിദഅവതി. മൈക്കൂടാനായോ? ഹലോ, ഇവിടെ വിഷയാവതരണത്തിൽ അഷ്റഫ് തന്നെ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന വിഷയം, ഇവിടെ ഈ ചർച്ചക്ക് വേണ്ട കാരണം തന്നെ മുഹീദ്ദീൻ മാലയിലുള്ള പിന്നെ വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്ന് പറയും ഈ കാര്യമാണെന്നാണ് അഷ്റഫ് പറഞ്ഞത്. എന്നിട്ട് അഷ്റഫ് ഇപ്പം ചോദിക്കുന്നത് മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ അഷ്റഫ് നീ പറയുന്നത് ഇവിടെ വന്നിട്ട് പിന്നെ കടലാസിൽ ഞാൻ എഴുതി തരണം, ഇന്നൊരു ചോദിക്കണം എന്ന് എന്നിട്ട് അതിനനുസരിച്ച് ഉത്തരം അതല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ വിഷയം വെച്ചത്? ഇവിടെ വിഷയം വെച്ചത് ഈ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ഈ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് തെളിയിച്ചു എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് വേണ്ടത് പ്രാമാണികമായിട്ടുള്ള തെളിവാണ്. ഇത് തള്ളേണ്ടതാണ് എന്നുള്ളത്. പ്രാമാണികമായിട്ടുള്ള ഒരു തെളിവ് നിങ്ങൾ തന്നിരുന്നില്ല. ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അത് തന്നിരുന്നില്ല. എന്നിട്ട് തെളിയിച്ചു എന്നൊന്നും കാര്യമില്ലല്ലോ. അഷ്റഫിന്റെ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് പ്രാമാണികമായിട്ടുള്ള തെളിവുകളായിരുന്നു. അത് നിങ്ങൾ തന്നിട്ടില്ല. ഇപ്പോഴും ചോദിക്കുന്നത് വേറെന്തൊക്കെയാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദിക്കാറില്ല. അത് ഞങ്ങൾ പിന്നെന്ത് ഉത്തരം തരേണ്ടത്? നിങ്ങൾ ചോദിക്കുന്നത് വിഡിത്തമാണ്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കാര്യമില്ല. നിങ്ങൾ പറയുന്നത് പിന്നെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ പോസ്റ്റിൽ വന്നിട്ട് പിന്നെ ഈ ഒരു കാര്യം നമുക്ക് ഡെവലക്സിൽ വെച്ച് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാണ് വന്നത്. അല്ലാതെ നിങ്ങളിപ്പം വന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. അതൊക്കെ വേറെ വിഷയം, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അത് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിനെ പിന്നെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് ഈ കിതാബിലുള്ള മറ്റു കാര്യങ്ങളാണ് ഇതൊക്കെ അബദ്ധമാണെന്ന് അഷ്റഫിന്റെ വാദം. അത് ഞങ്ങൾക്ക് വേണ്ട. ഇത് അബദ്ധമാണെന്ന് ഏതെങ്കിലും നിങ്ങളിപ്പം പറഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ കിതാബിലുള്ള ഇതൊക്കെ അബദ്ധമാണെന്ന് മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? പ്രാമാണികമായിട്ടുള്ള തെളിവ് ഇതൊക്കെ അബദ്ധമാണെന്ന് അഷ്റഫിന്റെ മാത്രം വാദമാണ്. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവുകളാണ്, കിതാബുകളിൽ നിന്നുള്ള തെളിവുകളാണ്. മൈക്ക് റിലീസ് ചെയ്യുന്ന ടൈമായോ? ഓക്കെ, ഞാൻ റിലീസ് ചെയ്തു. ഒരു മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പോഴും ചോദ്യത്തിന് മറുപടി ഇല്ല. നേരത്തെ ചോദ്യം അവിടെ കിടക്കുകയാണ്. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ച ഹബീബി, ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരിക വേണ്ടത്. അപ്പൊ വിഷയത്തിൽ ഇവിടെ ആദ്യം തന്നെ വിഷയം വല്ല നിലത്തിന്നും എന്നെ വിളിപ്പവർക്ക് അതായിരുന്നു വിഷയം. ഇപ്പൊ മാറി വല്ലങ്ങെത്തുന്ന വിഷയം അതിനാ തുടങ്ങിയത്.
അത് തെളിവായിട്ട് ഞങ്ങൾ ഫുയൂലാത്തു റബ്ബാനിയെ പറഞ്ഞത്. ആ ഫുയൂലാത്തു റബ്ബാനിയെ കള്ള കിതാബാണ് എന്ന് തെളിയിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിപ്പോ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഫുയൂലാത്തു റബ്ബാനിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വായിച്ചത്. ആ ഫുയൂലാത്തു റബ്ബാനിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഏതെങ്കിലും കിതാബിലുണ്ട്. ഏറ്റവും വലിയ കിതാബ് ഖുർആൻ. ആ ഖുർആനിൽ പറയുന്നതിനെതിരാണ് ഇതിൽ പറയുന്നത്. അതാണ് പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞതിന് എതിരാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് ഞാൻ തെളിയിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഫുയൂലാത്തു റബ്ബാനിയിലുള്ള കാര്യങ്ങൾ വായിക്കുന്നു. എന്താ വിഷമം? അപ്പൊ അതുകൊണ്ട് അതിനോട് പറ നബി അലൈഹിസ്സലാം തൊട്ടിൽ നിന്ന് സംസാരിച്ചത് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ? കള്ളറ നിങ്ങള്. അതാ പറയുന്നത് കള്ളത്തരമാണ്. പാളക്കിതാബാന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ ഉണ്ടാകത്തിൽ എറിഞ്ഞപ്പോൾ മൊഹീദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണോ രക്ഷപ്പെട്ടത്? പറയണം നിങ്ങൾ. എന്തെങ്കിലും മടി ഫുയൂലാത്തു റബ്ബാനിയെ പറയുന്നത്. അപ്പൊ കള്ളത്തരം ഉണ്ടായിട്ട് പറയൂ, തെളിയിക്കൂ. ഇതിനപ്പുറം എന്താ തെളിയിക്കേണ്ടത്? പിന്നെ ഞാൻ ചോദിച്ചിരുന്നു, മൊഹീദ്ദീൻ ഷേഖ് നിസ്കരിക്കാറില്ലാന്ന് ഫുയൂലാത്തു റബ്ബാനിയിലുണ്ട്. മൊഹീദ്ദീൻ ഷേഖ് ഒരു വലിയാണ്, ഒരു മഹാനാണ്. മൊഹീദ്ദീൻ ഷേഖ് ഒരു മഹാനായ ഒരു പണ്ഡിതനാണ്. മൊഹീദ്ദീൻ ഷേഖ് എന്താണ്? അദ്ദേഹം തൗഹീദിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും നിസ്കരിക്കാതിരിക്കില്ല. നിങ്ങൾ ഔലിയാക്കന്മാരെ മൊത്തത്തിൽ നിസ്കരിക്കില്ല, അങ്ങനത്തെ ഔലിയാക്കളാണല്ലോ. മൊഹീദ്ദീൻ ഷേഖ് നിങ്ങൾ അങ്ങനെ ആക്കാൻ നോക്കിയതാ. അത് ഈ ഫുയൂലാത്തു റബ്ബാനിയിലുണ്ട്. നിങ്ങൾ പറ വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്തി. ഫുയൂലാത്തു റബ്ബാനിയ പേജ് 67 പോയി നോക്ക്. മൊഹീദ്ദീൻ ഷേഖ് നിസ്കരിക്കാറില്ലായിരുന്നു. ഈ മൊഹീദ്ദീൻ ഷേഖ് നിസ്കരിക്കാറുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. പിന്നെ വൈക്ക് അടുത്ത ആള്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു, മറുപടി പറയാം. 5 ചോദ്യം. ഹലോ, വീണ്ടും നിങ്ങൾ വിഷയം മാറ്റാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യമില്ല. അത് ഇബ്രാഹിം നബിയുടെ പരമ്പരയിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അത് മറ്റുള്ള വിഷയം. അഷ്റഫെ, ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? ഫുയൂലാത്തു റബ്ബാനിയിലെ ഈ ഒരു പറഞ്ഞ കാര്യം ഈ മൊയ്തീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, അതായത് വള്ളനീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ തീരം നൽകുമെന്നോവർ എന്നുള്ള വാക്ക് മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടേ ഇല്ല എന്നായിരുന്നു അവിടെ ഒരു സുഹൃത്ത് വാദിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടുത്തത് കിതാബിൽ നിന്നുള്ള തെളിവാണ് ഞങ്ങൾ കൊടുത്തത്. ആ കിതാബിനെ തള്ളാൻ വേണ്ടിയിട്ട് അഷ്റഫിന്റേതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞില്ല? ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞില്ല ഇത് തെറ്റുള്ള ഇത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്? അത് അഷ്റഫിന്റെ വാദമാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളാണ്. ഇബ്രാഹിം നബിന്റെ കാര്യങ്ങളും അതുപോലുള്ള മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വേറെയാണ്. അതിനൊക്കെ മറ്റുള്ള തെളിവുകളുണ്ട്. അതൊന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അങ്ങനെ നിങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ അതിനുള്ള മറുപടി തരാം. നിങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള എന്തൊക്കെ വിഡിത്തങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ അഷ്റഫിന്റെ കണ്ടെത്തലുകളാണ്. ഇന്ന കാരണം കൊണ്ട് ഇത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേവരെ ഒരു കാര്യവും അഷ്റഫ് ചോദിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അഷ്റഫ് പറഞ്ഞു ഞങ്ങൾ തെളിയിച്ചു ഇത് കള്ളക്കിതാബാണെന്ന് തെളിയിക്കാൻ അഷ്റഫിന്റെ ഗവേഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല. അഷ്റഫ് ഇജ്തിഹാദ് നടത്തിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇത് ഖുർആനിനെതിരാണ്. അതൊക്കെ അഷ്റഫിന്റെ വാദം. അത് ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അഷ്റഫെ. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് തെളിവുകൾ എന്ന് പറഞ്ഞ് മറ്റുള്ള പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറയാം എങ്കിലും ഞങ്ങൾ അംഗീകരിക്കും കിതാബുകളിലുണ്ടോ, ഞങ്ങൾ പരിശോധിച്ചിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ അഷ്റഫ് ഇതിലുള്ള മറ്റുള്ള കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് അഷ്റഫിന്റെ കണ്ടുപിടുത്തമാണ് അത് തെറ്റാണെന്നുള്ളത്. അത് തെറ്റല്ല. അതിനുള്ള മറ്റു തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ ഫുയൂലാത്തു റബ്ബാനി എന്ന കിതാബിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ആ കിതാബിലുള്ള ഈ ഇബാറത്ത് കള്ളത്തരമാണെന്ന് നിങ്ങൾ തെളിയിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഈ കിതാബ് കള്ള കിതാബാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അഷ്റഫ് നിരത്തിയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ഇതൊക്കെ അഷ്റഫിന്റെ വാദമാണ്. ഇതിൽ പറയുന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത് അഷ്റഫിന്റെ വാദം. അതും വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും അല്ല ഒന്നാമത്തത്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ വാദമാണ്. ഇതൊക്കെ തെറ്റാണെന്നുള്ളത് നിങ്ങളുടെ വാദം. അതൊക്കെ മറ്റുള്ള അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അതൊക്കെ വിഷയവും വേറെയുമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. റിലീസ് ചെയ്യുന്നു. ഓക്കെ.
അവന് ഇരിക്കുന്നില്ല. എനിക്ക് ഒരൊറ്റ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഇല്ല. അല്ല ഇന്ന് കഴിവുള്ള ചോദ്യമാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതിന് മൊഹീദ്ദീൻ ഷേഖിന്റെ കിതാബ് നിങ്ങൾക്ക് മറുപടി തന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നെ ബോധ്യായി. മൊഹീദ്ദീൻ ഷേഖിന്റെ ഒരു കിതാബിൽ എന്നെ വിളിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും, ഞാൻ നിങ്ങളെ സഹായിക്കും, ഒരു കിതാബില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ബോധ്യപ്പെട്ട്. പിന്നെ അടുത്ത വിഷയം എന്നറിയോ, ഫുയൂദാത്തുർ റബ്ബാനിയ കള്ള കിതാബാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അതെന്താണെങ്കിലും എന്നൊരു വിഷയമല്ല. ഈ ഫുയൂദാത്തുർ റബ്ബാനിയ കള്ള കിതാബാണ് എന്ന് ഞാൻ തെളിയിക്കാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഈ ഫുയൂദാത്തുർ റബ്ബാനി അഷ്റഫ് പറഞ്ഞാൽ പോരാ, അള്ളാന്റെ ഖുർആൻ പറയുന്നു. എന്ത് അള്ളാന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പറയുന്നതിന് എതിരാണ് ഈ ഫുയൂദാത്തുർ റബ്ബാനിയ. അപ്പൊ ഖുർആൻ സ്വീകരിക്കണോ ഫുയൂദാത്തുർ റബ്ബാനിയ സ്വീകരിക്കണോ? കേൾക്കുന്ന ആളുകൾ ഒന്ന് പറയാ. നിഷ്പക്ഷന്മാരെ ആളുകൾ ഉണ്ടാവുമല്ലോ. അള്ളാഹിന്റെ ഖുർആനിൽ പറയാണ്, എന്താണെന്നറിയാവോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിൽ എറിഞ്ഞ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ഖുർആൻ പറയുന്നില്ല. ഉണ്ട്, എല്ലാവർക്കും അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണത് അല്ലേ? സംഭവിച്ചതാണ്, വെറും കഥ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞതിന് എതിരാണ് എവിടെ പറയുന്നത്? ഫുയൂദാത്തുർ റബ്ബാനിയിലുള്ളത്. അപ്പൊ പിന്നെ കളവായിലെന്റെ പൊന്നു ഹബീബി, അതൊക്കെ ചർച്ച പിന്നെ ചെയ്യാം. ഇവിടെ ഞാൻ തെളിയിക്കാണ് ഫുയൂദാത്തുർ റബ്ബാനിയ പൊട്ടത്തരാണ്, കള്ളത്തരമാണ് എന്നുള്ളത്. അതിന് ഖുർആന്റെ ആയത്തും ഞാൻ ഇവിടെ ഓതി. പിന്നെ അതിലും വലിയ തെളിവ് വേറെ എന്താ വേണ്ടത്? അതൊന്നും വിഷയമല്ല, അതൊക്കെ വിഷയമാണ്. ഖുർആനെതിരുള്ള വിഷയമല്ല, ഖുർആനെതിരുള്ള വിഷയമല്ല എന്നല്ലേ ഞങ്ങൾക്ക് വിഷയ. ഞങ്ങൾക്ക് അതൊക്കെ വിഷയമാണ് മക്കളെ. ഖുർആനെതിരും ഹദീസിനെതിരും നിങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾ പിടികൂടും. ഇങ്ങനത്തെ കള്ള കിതാബ് ഏതോ കാതിരി ഉണ്ടാക്കിയത് എന്നിട്ട് ഇങ്ങനെ ചൊല്ലാ ദിവസവും ആൾക്കാർ, എന്നിട്ട് അതിലെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മൊഹീദ്ദീൻ ഷേഖ് നിസ്കരിക്കാറില്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ മൊഹീദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ നിന്നും സംസാരിച്ചത് ഇദ്ദേഹം ഉള്ളത് കൊണ്ടായിരുന്നു, ഇദ്ദേഹം അടുത്തുണ്ടായത് കൊണ്ടാണ് അല്ലേ? അറിയില്ലേ? അതുപോലെ തന്നെ അള്ളാന്റെ ഇൽമത്രണ്ട് എനിക്കറിയാന്ന്. എന്നിട്ട് കിതാബാ പറയുന്നത്. എന്ത്? ഓ ഇത് ഭയങ്കര കിതാബാണ്, നിങ്ങൾ കൊണ്ടുവന്നോളൂ, മർക്കത്ത് കൊണ്ടുപോയി കൊടുത്തോളൂ, നിങ്ങൾക്ക് തെളിവായിരിക്കും, ഞങ്ങൾക്ക് തെളിവല്ല, ഞങ്ങൾ ഖുർആനാണ് തെളിവ്. അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിന് മറുപടി വരട്ടെ. ഇതെവിടെ എവിടെയാണ് നിങ്ങൾ കിട്ടിയത്? ഈസാ നബിയെ രക്ഷിച്ചത് മൊഹീദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണോ? പിന്നെ ഇബ്രാഹിം നബിയെ ഈ ഉണ്ടാകുന്ന നിശ്ചിത മൊഹീദ്ദീൻ ഷേഖിന്റെ പ്രാർത്ഥന കൊണ്ടാണോ? അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചത് മൊഹീദ്ദീൻ ഷേഖ് അടുത്തുള്ളത് കൊണ്ടാണോ? പറയണം നിങ്ങൾ മറുപടി. നിങ്ങളെ ഫുയൂദാത്തുർ റബ്ബാനിയിലുള്ളതാ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാണോ? അതൊക്കെ വേറെ വിഷയമാണ്. ഇത് തന്നെ പറയുന്നത് കള്ള കിതാബാണ്, കള്ള കഥകളാണ്. ഇത് നിങ്ങൾ കുട്ടൂസനും മായാവിയൊക്കെ പോലെ കുട്ടികൾക്ക് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കാം, അതിന് പറ്റൂ കേട്ടോ. മൈക്കിൾ ചെയ്യുന്നു. ഹലോ, അത് നല്ല സമയം, അവസാന സമയം വെച്ചിട്ട് സമയം എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ മൈക്ക് വിടാൻ വേണ്ടി പറഞ്ഞു. നിനക്കിങ്ങനെ പ്രസംഗിക്കുവാൻ വേണ്ടിയുള്ള അവസരമല്ലത്. ഇപ്പൊ ഈ സമയത്ത് അവസാന സമയത്ത് 1 മിനിറ്റ് കൂടുതലെടുത്തപ്പോ നിങ്ങൾ മധ്യസ്ഥൻ എന്തായി ഉറങ്ങിപ്പോയാ? അപ്പൊ അത്തരം നാടകങ്ങൾ നമ്മുടെ കളിക്കണ്ട. ഖുർആനിൽ പറഞ്ഞ മറ്റേ പറഞ്ഞ എന്തെല്ലാം പറഞ്ഞിട്ട് വയത് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. വിഷയത്തിൽ ഒന്നുകിട്ട് സംസാരിക്കാൻ ശ്രമിക്കുവാൻ ആ മൈക്രോ യൂസ് ചെയ്യുന്നു. ഇനി ഇത് 2 അവസരം കൂടിയുണ്ട്. ഇപ്പൊ 7ാമത്തെ അവസരമാണ്. ഇത് കഴിഞ്ഞാൽ ഒരു അവസരം കൂടി ഉണ്ടാവും. അപ്പോൾ വിഷയത്തിൽ ഒതുങ്ങി നിന്നിട്ടുണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്ന് അറിയിക്കുന്നു. ഞാൻ മൈക്രോ യൂസ് ചെയ്യുന്നു. പൊന്നാര ചങ്ങാതി, ഇതുകൊണ്ടാണ് പറഞ്ഞത് ഒരാളെയും കൂടി 4-5 ആളുകളെ നമ്മൾ റൂമിൽ വെക്കാന്ന് പറഞ്ഞ അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പങ്ങൾ വെപ്പം പഠിച്ചതല്ലേ, കുറച്ച് അനുഭവിക്ക്. കാരണം എന്താ, ഇതിപ്പോ പിന്നെ ഒരുപാട് ഞാനൊന്ന് അപ്പുറത്തുപ്പുറത്ത് മൂത്രമൊഴിക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ. കുറെ നേരം ഇവിടെ ഇരിക്കണ്, ഒന്നാണ്ട് പോയതാ. അപ്പോഴാണ് ഇവിടെ ടൈം കഴിഞ്ഞെന്നുള്ള അറിയുന്നത്. ഓക്കെ, അതുകൊണ്ട് ക്ഷമിക്കുക. അതുകൊണ്ടാ പറഞ്ഞ 4-5 ആൾക്കാരൊക്കെ ഇരിക്കാമെന്ന്. ഒരു വാദപ്രതിവാദം ആവുമ്പോ മനസ്സിലായോ? ശരി വരിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ളത് കയറി മനുഷ്യന്മാരാണ്, കുറെ നേരം ഇരിക്കണ്. ഓക്കെ, പിന്നെ അഷ്റഫൂനോര് 7ാമത്തെ ചോദ്യം വരട്ടെ. അല്ല, അഷ്റഫൂനോരല്ല, ഷഹാദ് മൈക്കിലേക്ക് വരാം. ഹലോ, ഓക്കെ, എന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്.
പിന്നെ ഇവിടെ വീണ്ടും അഷ്റഫ് ചോദിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്, വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അഷ്റഫ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ തെറ്റാണെന്നുള്ളത് അഷ്റഫിന്റെ വാദമാണ്. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഫുലിദാത്തുറബ്ബാനിയുള്ള മറ്റു കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതൊക്കെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഖണ്ഡിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് നിങ്ങളുടെ വാദം, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഖണ്ഡിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്ന് അവരേതെങ്കിലും മറ്റുള്ള പണ്ഡിതന്മാർ, അവർക്ക് ശേഷമുള്ള മറ്റേതെങ്കിലും പണ്ഡിതന്മാർ അതിനെ ഖണ്ഡിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു കാര്യം വിശദീകരിക്കുക. പിന്നെ എനിക്ക് ഇവിടുന്ന് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടെ റൂമിലാണുള്ളത്, ബാച്ചലർ അക്കോമഡേഷനിലാണ്. മറ്റുള്ളവർക്ക് ഉറങ്ങുന്നതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉഷാറായി സംസാരിക്കാൻ അറിയാഞ്ഞിട്ടുള്ള അഷ്റഫെ. അതുകൊണ്ട് നിങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്ന ഉടനെ ഇവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ, വലിയ വായിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്ത് വല്ലാനീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ തീരം നൽകും ഞാനെന്നോ എന്നുള്ള ഈ ഒരു കാര്യമാണ് ചർച്ച എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ മൊയ്തീമാലയിലുള്ള അതും മറ്റുള്ള കാര്യങ്ങളിലേക്കായിരുന്നു, പിന്നെ ഫുലിദാത്തുറബ്ബാനിയുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കായിരുന്നു. അതൊന്നുമല്ല, ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ തെളിയിക്കേണ്ടത് ഈ കിതാബ് കള്ള കിതാബാണെന്ന് തെളിയിക്കാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഈ കിതാബിലുള്ള കാര്യം ഈ ഭാഗത്ത് കള്ളക്കഥയാണ്, മൊയ്തി ഷെയ്ഖിന്റെ മേലിൽ കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ, ഇതിലുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ് ഇതൊക്കെ തെറ്റാണെന്നുള്ളത്. ഇതൊക്കെ ഖുർആനിനെതിരാണെന്ന് നിങ്ങളുടെ വാദമാണ്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഖുർആനിനെതിരാണെന്ന് മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലാതെ നിങ്ങളുടെ കുറെ അഭിപ്രായം പറഞ്ഞ് എന്നിട്ട് അതൊക്കെ ശരിയാണ്, ഞാൻ പിന്നെ അത് സമർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ സമർത്ഥിക്കുക? പ്രാമാണികമായിട്ടുള്ള തെളിവുകൾ എവിടെ? പ്രാമാണികമായിട്ടുള്ള ചർച്ച എവിടെ? അതൊന്നുമില്ല. അത് നിങ്ങൾ കുറെ തോന്നുന്ന പിന്നെ ഇടുക്കങ്ങളെ വിളിച്ചു പറയാന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഇത് അസുഖം കൈവെക്കുന്നത് ടൈമായോ? ഓക്കെ, ടൈമെങ്കിൽ മൈക്ക് റിലീസ് ചെയ്യാം. ടൈമായ പറയല്ലേ? സമയം പോലും ഒപ്പിക്കാനാകുന്നില്ല. ഇനി വാദപ്രതിവാദത്തിനൊക്കെ വരുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം. ഷഹാദ് വെറുതെ അങ്ങനെ വെല്ലുവിളിക്കലല്ല, കാര്യങ്ങൾ പഠിക്കണം. അല്ലാഹു തആല ഹിദായത്ത് നൽകട്ടെ എന്നാ പറയാനുള്ളത്. ഞാൻ തീർന്നിട്ടില്ലല്ലോ. ഞാൻ ഈ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരൊറ്റ ചോദ്യത്തിന് മറുപടി ഇല്ല. ഇപ്പൊ പറയാം അഷ്റഫ് എന്താ മൊഹീദ്ദീൻമാരിൽ നിൽക്കാതെ? മൊഹീദ്ദീൻമാരെന്നല്ല പറഞ്ഞത്. ഇതിനൊന്നും വീണ്ടും വേണം. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീരം ചെയ്യുന്ന എന്നോവർ ഇങ്ങനെ മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്ക്. അത് നിങ്ങൾ കൊണ്ടുവരുന്നില്ല. പിന്നെ നിങ്ങൾ ഒരു കിതാബ് കൊണ്ടുവന്നു ഫുലിദാത്തുർ റബ്ബാനി. ഞാൻ പറഞ്ഞു അത് കള്ള കിതാബാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കള്ള കിതാബാണെന്ന് തെളിയിക്കണം. ഞാനിവിടെ തെളിയിച്ചു, ഖുർആന് കൊണ്ട് തെളിയിച്ചു. പിന്നെ ഹദീസ് കൊണ്ട് തെളിയിച്ചു, ഖുർആന് കൊണ്ട് തെളിയിച്ചു. ഖുർആൻ ഇബ്രാഹിം നബി ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ഖുർആൻ പറയുന്നു? قلنا يا نار على إبراهيم. പക്ഷെ അവനിക്ക് സ്കൂല അവനെ എന്തിനും കുറെ ആയതിനും അങ്ങനെ നോക്കിയിട്ട് കമ്പ്യൂട്ടർ നോക്കിയിട്ട് إبراهيم حين ألقي في النار حسبي الله ونعم الوكيل. حديثا كان آخر قول إبراهيم حين ألقي في النار حسبي الله ونعم الوكيل. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹിസ്സലാമെ തീർത്തപ്പോ അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കെന്തായിരുന്നു? ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേന്നല്ല പറഞ്ഞത് കേട്ടോ. മൊയ്തീൻ ഷെയ്ഖ് അത് വേണ്ടേ? അതെന്നെ വട്ടത്തരല്ലേ? ഓക്കെ, വേണോ? അപ്പൊ ഒരു ചോദ്യം ഞാൻ കുറച്ച് കഴിക്കുന്നു. എന്തുപറ്റി? അഷ്റഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. ഇനിയിപ്പം ഞാൻ പറയാം, ഈ ഫത്ഹുർ റബ്ബാനിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു നിങ്ങൾ. ഫത്ഹുർ റബ്ബാനിയിൽ അവിടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കുത്തുബകൾ ആയ ഔലിയാക്കൾക്ക് എല്ലാ രഹസ്യങ്ങളുടെയും ഖസാനയുടെ മേൽ വെളിവാക്കുന്നതാണ്. ദുനിയാവിലുള്ള ഒരൊറ്റ കാര്യവും അവരിൽ നിന്നും മറഞ്ഞു പോകുന്നില്ല.
അത് നന്മ ആയാലും തിന്മ ആയാലും ശരിയെന്ന് ഫത്ഹുർ റബ്ബാനിയിലുണ്ട്. ഇത് മുഹീദ്ദീൻ ശൈഖ് എഴുതി വെച്ച കിതാബാണ്. അല്ലാതെ നിങ്ങൾക്ക് വാദമില്ലല്ലോ. അപ്പോ അതിൽ പറയുന്നുണ്ട് പല കാര്യങ്ങളും കറാമത്തുകൾ ഉള്ളതാണ്. കറാമത്തുകൾ മരണത്തോടുകൂടി നഷ്ടപ്പെടുകയില്ല എന്ന് ഞാൻ നേരത്തെ ഒരു ഇബാറത്തിൽ കൊണ്ട് തെളിയിച്ചതാണ്. ഷർവാനിയിൽ ഇബാറത്ത് ഞാൻ കൊടുത്തതാണ്. ഇനി മറ്റൊരു ഇബാറത്ത് പറയാം ഫത്ഹുർ റബ്ബാനിയിൽ തന്നെ ഉള്ളത്. നിശ്ചയം ഔലിയാക്കളുടെ സ്ഥിതി അമ്പിയാക്കളുടെ സ്ഥിതി പോലെയാണ്. എന്നാൽ പേരിൽ വലിയന് പകരം നബി എന്നാണ് അർത്ഥമുള്ളത്. അത് ഫത്ഹുർ റബ്ബാനിയിലുള്ള ഇബാറത്താണ്. അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ മുഹീദ്ദീൻ ശൈഖിന്റെ കുറെ അത്ഭുത ഇതൊക്കെ പറഞ്ഞിട്ട് വലിയനുണ്ടാകുന്ന കറാമത്തുകളെ കുറിച്ചിട്ടും അവർക്കുണ്ടാകുന്ന ഉന്നതിയെ കുറിച്ചും അവർക്കുണ്ടാകുന്ന മറ്റുള്ള കുറെ അത്ഭുത സിദ്ധികളെ കുറിച്ചൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഫുതുഹുൽ ഗൈബിൽ പറയുന്നു എന്ത് അപ്രകാരം മുഅ്മിനായ മനുഷ്യനെ അള്ളാഹുവിലേക്ക് അവൻ അടുപ്പിക്കുകയും അവനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ അനുഗ്രഹത്തിന്റെയും റഹ്മത്തിന്റെയും ഗുണത്തിന്റെയും കവാടങ്ങൾ അള്ളാഹു അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. അപ്പോൾ അവൻ മനുഷ്യൻ കാണാത്ത, മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ മനുഷ്യന്റെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത, അതുപോലെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുവാനും അത് ആകാശഭൂമികളിലുള്ള അദൃശ്യ ലോകങ്ങളുടെ വെളിവാക്കുന്നതുമാണ്. സാമീപ്യം ആകാശഭൂമിയുള്ള അദൃശ്യങ്ങളുടെ അദൃശ്യ കാര്യങ്ങൾ വെളിവാക്കുന്നതിലൂടെയും സാമീപ്യം ലഭിക്കുന്നതിലൂടെയും സൗമ്യവും മയപ്പെട്ടതുമായ സംസാരം നടത്തുന്നതിലൂടെയും നന്മ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും അത് പൂർത്തീകരിക്കുന്നതിലൂടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിലൂടെയും യുക്തിപരമായ സംസാരത്തിലൂടെയും കരാറ് നിർവഹിക്കുന്നതിലൂടെയും മറ്റുമാകുന്നു എന്ന് ഫുതുഹുൽ ഗൈബിലുണ്ട്. ഫുതുഹുൽ ഗൈബ് എന്ന് പറയുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബാണ്. അപ്പോ അവർക്കുള്ള കഴിവുകൾ, അത് അങ്ങനെയുള്ള കഴിവുകളൊക്കെ അതിനൊക്കെ മറ്റുള്ള തെളിവുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഇബാറത്തിനെ കുറിച്ച് സംസാരിക്കാൻ. എന്നാൽ അഷ്റഫ് അതിനെ തൊട്ടുപോലുമില്ല. അഷ്റഫ് അവന്റെ കുറെ വാദങ്ങൾ കഴിഞ്ഞാൽ അത് കള്ളക്കിതാബാണെന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ തെളിവുകൾ കിതാബുകളിൽ നിന്നൊന്നും ഉദ്ധരിച്ചിട്ടില്ല. മുഹീദ്ദീൻ ശൈഖിന്റെ മറ്റ് കിതാബുകളിൽ നിന്ന് ഇഷ്ടം പോലുണ്ട് അവിടെ. ഖുർആനിൽ നിന്ന് പറഞ്ഞിട്ട് ഇനി വേറെ ചർച്ച വെക്കാൻ പറയും. ഞാനിപ്പോ ഇതിന് എല്ലാം കൂടി വിശദീകരിക്കാൻ സമയമല്ല. എന്തായാലും പിന്നെ അവലോകനം ഉണ്ടാവുമല്ലോ, അതിൽ പറയാം. ഇതിലൊരു ചോദ്യം കൂടി ഉണ്ട്. ഇവിടെ ഫുയൂദാത്തുർ റബ്ബാനിയ എങ്ങനെയുള്ളതാണ്, ഇത് കള്ള കിതാബാണ് എന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു. അപ്പൊ അതൊന്നും വിഷയമല്ല. ഫുയൂദാത്തുർ റബ്ബാനിയ കള്ള കിതാബാണ് തെളിയിക്കണമെങ്കിൽ അതിലുള്ള കള്ളത്തരങ്ങൾ പറയണം. ഫുയൂദാത്തുർ റബ്ബാനിയ കള്ള കിതാബാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അതിലുള്ള കള്ളത്തരങ്ങൾ പറയണം. പോലും കഴിയുന്നത്. കാരണം നിങ്ങളൊന്നും വിചാരിച്ചിട്ടില്ലേ ഇതാണ് മുജാഹിദ് കുട്ടികളുടെ സംവാദത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കുക കേട്ടോ, പഠിക്കുക. ഇനി അടുത്ത ചോദ്യം കേട്ടോ. എന്താണ്? ഒരു ചോദ്യം കൂടി. എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേട്ടോ. അന കുന്തു മഅ റാഹി റബ്ബിഹി ഫിദാഹു വമാ നസലൽ കബ്ശാനി ഇല്ലാ ബിഫത്വതി. ഫുയൂദാത്തുർ റബ്ബാനിയ അടുത്ത കള്ളക്കഥ എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയല്ലോ. അപ്പം അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് മുഹയ്യിദ്ദീൻ ശൈഖ് ഫത്വ കൊടുത്തു. അതുകൊണ്ടാണ് രണ്ടാടിനെ ഞാൻ കൊണ്ട കൊടുത്തത്, രണ്ടാടിനെ കിട്ടിയത്. ഇങ്ങനെ ഇബ്രാഹിം നബി പിന്നെ ഇസ്മായിൽ നബി അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് രണ്ടാടിനെ കൊണ്ടുപോയല്ലോ, അത് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഫത്വ കൊണ്ടാണ് എന്ന്. ഇത് നിങ്ങളെ കള്ള കിതാബുള്ളതാ. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? എവിടുന്നാ കിട്ടിയത്? ഏത് ചെകുത്താനാ വേദം മോദി തന്നത്? ഈ കാലിന്റെ ചെവിയിൽ ഏതോ ചെകുത്താന് എന്തോ പറഞ്ഞിട്ട് ഇത് മുഹയ്യിദ്ദീൻ ശൈഖിനെ എല്ലാം സമർപ്പിക്കുന്നു. ഈ ചങ്ങാഴി ഏത് കാലത്ത് ഏതിയതായി കിട്ടാവ്? മുഹയ്യിദ്ദീൻ ശൈഖുമായിട്ട് എന്ത് ബന്ധമുള്ളത്? മുഹയ്യിദ്ദീൻ ശൈഖ് മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ചങ്ങാതിക്ക് കാലത്തെ കിട്ടിയത്? മുഹയ്യിദ്ദീൻ ശൈഖ് പറയാത്തൊരു കാര്യം വേറെ ആരും പറയാതെ ഇവനെ എവിടുന്ന് കിട്ടി ഈ ചങ്ങാതിക്ക്? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എവിടുന്ന് തെളിയിക്കാൻ നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചു. ഒരുപാട് ചോദ്യം. ഇത് ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് നിസ്കരിക്കാറില്ല എന്ന് ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇപ്പോഴത്തെ അത് അങ്ങനെ വെറുതെ വേറെ വിഷയം മാറി പറയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് നിസ്കരിക്കാറില്ല എഴുതി വെച്ച ഗ്രന്ഥം അത് മുഹയ്യിദ്ദീൻ ശൈഖിന്റേതാണ് പോലും. എന്നിട്ട് അതിനെ നേരെ വേറൊരു ചെറിയൊരു
മസ്കറ്റിലും എന്ത് അൽമനാറിൽ എഴുതി. നമുക്ക് വേറെ അങ്ങോട്ട് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ വേറൊരു സമ്മാനം വെക്കാം. അൽമനാറിൽ എന്താണ് എഴുതിയത് എന്നൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. എന്താ സമയം ഞാൻ ഇവിടെ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിനും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കിതാബ് കള്ള കിതാബ് തന്നെ തന്നെ തന്നെ. അസ്സലാമു അലൈക്കും. ഈ കിതാബ് തന്നെ 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 എന്ന് നമ്മുടെ അഷ്റഫ് പറഞ്ഞത് കൊണ്ടാവില്ല അഷ്റഫ്. നിങ്ങൾ അവിടെ കുറെ തെളിവുകൾ, അത് നിങ്ങളുടെ വാദമാണ്, അതൊക്കെ കള്ളമാണെന്നുള്ളത് നിങ്ങളുടെ വാദമാണ്. അതായത് ഫുയൂദാത്ത് റബ്ബാനിയിലുള്ള മറ്റുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ളത് നിങ്ങളുടെ വാദം. അത് ഇവിടെ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ്, അത് ഈ ചർച്ചയുമായി ബന്ധമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഇതുവരെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചോദിച്ചില്ല. ഞങ്ങളുടെ വിഷയം ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് എന്താണ്, ഈ മുഹീദ്ദീൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്നെ വിളിപ്പോർക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്ന് പറയുന്ന കാര്യം ഇത് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ ഇബാറത്ത് കൊടുത്തിട്ട് ഇതാ മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞതായിട്ട് ഫുയൂദാത്ത് റബ്ബാനിയിലുണ്ട്. അത് നിങ്ങളും പറയുന്നതാണ്. അത് മുഹീദ്ദീൻ ഷേഖിന്റെ വാക്കുകളല്ല, അത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് നിങ്ങളുടെ വാദമാണ്. അത് തെളിയിക്കാൻ പ്രമാണങ്ങൾ നിങ്ങൾ തെളിവ് ചോദിച്ചിട്ട് നിങ്ങൾ അത് ഇതുവരെ തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ മറ്റുള്ള വേറെ കാര്യങ്ങൾ പറയാം. ഫുയൂദാത്ത് റബ്ബാനിയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അതൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല സുഹൃത്തെ. വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന കിതാബ് ഇതാണ്, കിതാബ് കള്ള കിതാബാണെന്ന് തെളിയിക്കാനാണ് നിങ്ങൾ മറ്റുള്ള തെളിവുകൾ പറയുന്നതെന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. അപ്പൊ ആ പറയുന്നത് നിങ്ങളുടെ വാദമാണ്. അത് നിങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് തെളിയിക്കണം. അതാണ് ഞങ്ങളുടെ വാദം. അതാണ് ഇവിടെ വിഷയം പ്രാമാണികമായിട്ട് ചർച്ച ചെയ്യുക. അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ അതിലുണ്ട് അതും തെറ്റാണ് അതൊക്കെ കള്ളത്തരമാണെന്ന് നിങ്ങൾ പറഞ്ഞ അങ്ങനെ ആവില്ല. അപ്പൊ ഓക്കെ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഈ അൽമനാറിൽ എന്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇനി അൽമനാറിലേക്ക് വന്ന് അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഇപ്പോ ശങ്കരാചാര്യരുടെ തത്വമാണ് മുഹീദ്ദീൻ ഷേഖ് എന്നിട്ടിപ്പോ പറയാം മുഹീദ്ദീൻ ഷേഖ് നിസ്കരിച്ചിട്ടില്ല എന്നതിലുണ്ട്. അതൊക്കെ മറ്റുള്ള വിഷയം നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യും. ഇവിടെ വന്നത് എന്തിനാന്ന് പോലും സുഹൃത്ത് മറന്നു. ഇവിടെ വന്നത് എന്ത് ചർച്ച ചെയ്യാനാ? മുഹീദ്ദീൻ മാലകളിൽ ഈ ഒരു വാക്കുകൾ മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞതല്ല എന്ന് നിങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് കുറെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പറയാം അത് ഞാൻ തെളിയിച്ചു. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ. കള്ളക്കിത്തവാണെന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാമാണികമായിട്ട് മറ്റു തെളിവുകൾ കൊണ്ടുവരുന്ന നടത്തി ഇതുവരെ ഒന്നും കൊണ്ടുവന്നില്ല. എന്നിട്ട് അഷ്റഫ് പറയാ ഇത് കള്ളത്തിൽ. അഷ്റഫിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് തെളിവല്ല. എന്നിട്ട് പറയാ കുറച്ചോൻ ഹിദായത്ത് കൊടുക്കട്ടെ, കുറച്ചോനായിരിക്കും. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഹിദായത്തിലാണോ അല്ലേ അതൊക്കെ ഞങ്ങൾക്കറിയുന്ന കാര്യമാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയുമല്ല ഇവിടെ നടക്കുന്നത്. മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം അപ്പോ വാദപ്രതിവാദം, ഈ വിഷയ സംബന്ധിയായിട്ടുള്ള വാദപ്രതിവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ 8 തവണ ചോദ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 8 പ്രാവശ്യം ചോദിച്ചു. എന്തായിരുന്നാലും വിഷയം വളരെ ക്ലിയറാണ്. അബ്ദുൽ ജലീൽ എന്താണ് ഓർമ്മയില്ല. നിങ്ങൾ ചർച്ച ചെയ്ത് പറയും വേണം. അപ്പൊ നമ്മൾ നിശ്ചയിച്ചതുപോലെ സംവാദം എവിടെ തീർന്നിരിക്കുന്നു. 8 അവസരം ഇവിടെ 2 ഭാഗത്തു നിന്നും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവലോകനം വേണമോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അവലോകനത്തിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവാം. നമ്മൾക്ക് ചെയ്യുന്നു അവലോകനത്തിലെ ഉദാഹരണ സഹിതം പറയണ്ട. അവലോകനം പറയേണ്ടത് ശരി തന്നെ പറയട്ടെ. അത് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ തബാറക്കുമ്പോ കിടന്നിട്ടാണ് മറ്റോ കിടന്ന് കളിക്കുന്നത്. തബാറക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ കുലുവല്ലാവ് ചർച്ച അതപ്പോ ഉണ്ടായത്. ഇപ്പൊ ആ ഇതില് ഞാൻ ചർച്ച ചെയ്യുന്ന ഇപ്പൊ ഈ കുട്ടൂർ ലൈബ് അത് കഴിഞ്ഞ് അബ്ദുൽ ജലീൽക്ക അവലോകനം ഈ നടന്ന ചർച്ച ഇൻഷാ അല്ലാഹ് ഇത് യൂട്യൂബിലും മറ്റുള്ള ഫേസ്ബുക്കിലും ഒക്കെ ഇടും. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് പറഞ്ഞതാണ് ശരി. ഈ കിതാബുകളൊക്കെ ജനങ്ങൾ ഈ കിതാബുകളിലൊക്കെ എന്തൊക്കെയാണുള്ളത് എന്ന് ജനങ്ങൾ കേൾക്കും. യൂട്യൂബിൽ ഇടുന്നതാണ് എന്ന് ഷാദിനോട് അറിയിക്കാണ്.
മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും. 5 മിനിറ്റ്. എത്ര മിനിറ്റ് കൊടുക്കണം? 5 മിനിറ്റ് കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സത്യം മനസ്സിലാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് കേരളത്തിലെ സമസ്തക്കാര് വളരെയധികം പവിത്രതയോടുകൂടി കേരളത്തിലെ പാവപ്പെട്ട അറിവില്ലാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന മൊഹീദ്ദിമാലയെ കുറിച്ചും അതിന് ആധാരമായി അവർ പറയാറുള്ള ചില പാളക്കിതാബുകളെ കുറിച്ചും അതിൽ അടങ്ങിയിട്ടുള്ള അനിസ്ലാമികമായ പരാമർശങ്ങളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ കൈവന്നിരിക്കുകയാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ടായിരിക്കും, ഇത് ഇന്നത്തെ കാലത്ത് പറയണോ, ചർച്ച ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇന്റർനെറ്റിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഇന്റർനെറ്റിൽ നട്ടപ്പാതിരക്ക് പോലും സമസ്തക്കാരുടെ കാന്തപുരത്തിന്റെയും മറ്റ് ആളുകളുടെയും ഒക്കെ റൂമിൽ മൊഹീദ്ദിമാലയും കുതുബിയത്തും റാത്തീബുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ എത്രയും പ്രസക്തമാണ് എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത്തരത്തിലുള്ള ഈ പാളക്കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള മൗലിദ് റാത്തീബ് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൻ തിരുസുന്നത്തിനും എതിരാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി അവസരങ്ങളിലൂടെ ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ മറുപടിയും പറഞ്ഞിട്ടില്ല. ഈ വാക്കുകൾ കേൾക്കുന്ന നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഷഹദ് മുസ്ലിയാര് പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ കൃത്യമായി കേട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. മൂപ്പര് എന്തൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ എഴുതിക്കൊണ്ട് വന്നതിനനുസരിച്ച് അഷറഫ് ചോദ്യം ചോദിച്ചില്ല എന്നാണ് പിന്നെ എപ്പോഴും പറഞ്ഞിരുന്നത്. വിഷയത്തിലേക്ക് വന്നിട്ടില്ല. കക്ഷി ഒരു കുറെ വിഷയങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഷഹദ് മുസ്ലിയാർ ഇങ്ങനെ ദിക്റ് ചൊല്ലിയിരുന്നത്. എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ഈ പറഞ്ഞ ഗ്രന്ഥത്തിലെ ഈ പാളക്കിതാബിലെ ഇപ്പൊ ഈ പറഞ്ഞ വിഷയസംബന്ധിയായി പറഞ്ഞിട്ടുള്ള ഈ പാളക്കിതാബിലെ ആ പരാമർശങ്ങൾ ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആനിന് എതിരാണ് എന്ന് കൃത്യമായി അഷ്റഫ് പൂനൂർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അത് വളരെ കൃത്യമാണ്. പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾ എടുത്തുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അഷ്റഫ് പൂനൂർ വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഖുതുവാത്ത് റബ്ബാനിയ എന്ന് പറയുന്ന കിതാബിലെ ആ പരാമർശങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കിയപ്പോ അതിന് വഴി നടത്തിയത്, അതിന് എല്ലാ കാര്യങ്ങളും സഹായം ചെയ്തത് മൊയ്തി ഷേഖായിരുന്നു. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ അത് ഇബ്രാഹിം നബിയെ രക്ഷിച്ചത് മൊയ്തി ഷേഖായിരുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള കള്ളപ്പരാമർശങ്ങൾ. അതുമാത്രമല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഈ ഇസ്ലാം ദീനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച ഹംബലി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിസ്കരിക്കുക പോലും ചെയ്യാത്ത ആളാണ് എന്ന് സമസ്തക്കാര് പ്രചരിപ്പിക്കുന്ന ഈ പുസ്തകത്തിലുണ്ട്, ഈ കിതാബിലുണ്ട്, ഈ പാളവാറോലയിലുണ്ട്, ഈ കിതാബിലുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പണ്ഡിതന്മാർ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാണ്. അള്ളാന്റെ ഖുർആനിന് എതിരായിട്ടുള്ള ഒരു സാധനത്തിന് പിന്നെ ഈ പണ്ഡിതന്മാരുടെ വിതരണം കൂടി വേണമെന്ന് പറഞ്ഞാല് അത് ശരിയല്ലല്ലോ സഹോദര. എന്നാലും കെടുക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കെടുക്കട്ടെ. അർത്ഥങ്ങൾ വായിച്ചോ നിങ്ങള്. ഞാനിത് വായിക്കണമെന്ന് കരുതിയതല്ല. എന്തായാലും അവലോകനത്തിന് സമയം കിട്ടിയെന്നുള്ള നിലക്ക് ഞാൻ രേഖപ്പെടുത്തുകയാണ്. 120-ാമത്തെ പേജ് നോക്കിക്കോ. ولكن قد جمع المقرئ أبو الحسن الشتنوفي المصري ഇതുപോലെയുള്ള ഒരു കിതാബ് എഴുതിയിട്ടുള്ള ബഹജത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബ് എഴുതിയിട്ടുള്ള അബുൽ ഹസൻ ഷത്നൂഫി എന്ന് പറയുന്ന അയാളുടെ കിതാബുകളെ കുറിച്ച് ഈ പറഞ്ഞ കിതാബുകളെ പോലുള്ള വേറെ കിതാബാണ്. അതുപോലുള്ള കിതാബുകളെ കുറിച്ച്
രേഖപ്പെടുത്തി തബക്കാത്തിൽ ഹനാബിലയിൽ ഈ വിഷയത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ളതാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ സ്ഥാനത്തിന് നിരക്കാത്തതാണ്. ഇത്രമാത്രം മഹാനായ ഒരു പണ്ഡിതനെ കുറിച്ച് ആ രീതിയിൽ എഴുതുവാൻ പാടുള്ളതല്ല. അതൊക്കെ ബാത്തിലാണ്, കളവാണ് എന്ന് തബക്കാത്തിൽ ഹനാബിലയിൽ 1-ാം വാല്യം 120-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളിതൊന്നും ഉദ്ധരിക്കാത്തത് എന്താണ്? പരിശുദ്ധ ഖുർആനിന് തന്നെ ഒന്നാമത്തെ പ്രമാണമായ ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രമാണമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പണ്ഡിതന്റെ അഭിപ്രായം വേണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്. ഇപ്പൊ ഞാൻ വായിച്ചത് കുറിച്ചാണ് നേരത്തെ പറഞ്ഞ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഈ സമസ്തക്കാരെ കൊണ്ട് നടക്കുന്ന ഈ റാത്തീബുകൾക്കും മൗലിദുകൾക്കും വളരെ കൃത്യമായി ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സത്യമായി മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6 മിനിറ്റ് അല്ലേ? മിനിറ്റ് പാട്ടില്ല, അതുകൊണ്ട് ഇനി എത്രയും പറയാം. നമുക്ക് മിനിറ്റ് കണക്കാക്കിയിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ സുന്നിപക്ഷത്തിൽ നിന്നുള്ള അവലോകനത്തിന്റെ സമയമാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ ഈ ചർച്ച കൊണ്ട് വളരെയധികം ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കാരണം 1980 അൽമനാറിൽ വെച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്ന ആ തത്വശാസ്ത്രമാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉൾക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും മുശ്രിക്കിൻ്റെതായിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളുടേതായിരിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് ചേർത്തുകൊണ്ട് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അപമാനിക്കുകയും മൊത്തത്തിൽ ഔലിയാക്കളെ മൊത്തം തരം താഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ ഔലിയാക്കളെ മഹാത്മാക്കളെ പരിഹസിച്ചുകൊണ്ട് കേരള മുസ്ലിങ്ങളെ മൊത്തം മുശ്രിക്കും കാഫിറുമായി മുദ്ര കൊത്തിക്കൊണ്ട് നടന്നിരുന്ന കേരള വഹാബികൾ ഇപ്പോൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ കുറിച്ച് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുവാനും അദ്ദേഹം മുവഹിദാണ് എന്ന് പറയുവാനും ഇവിടെ നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായിരിക്കുന്ന ഒരു വിജയമാണ്. അതാണ് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ വലിയതായിരിക്കുന്ന വിജയം. നിങ്ങളെ മനസ്സിലാക്കണം. ശ്രീ ശങ്കരാചാര്യരുടെ ആശയമാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടു നടന്നിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ വിശ്വാസികളോട് ഉപമിച്ച നിങ്ങൾ അത്രയും തരം താഴ്ന്നതായിരിക്കുന്ന ഹീനമായ നീചമായ രൂപത്തിൽ ഔലിയാക്കളെ തരം താഴ്ത്തിയ വഹാബി പ്രസ്ഥാനം ഇപ്പോൾ ഇതാ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കറാമത്തുകൾ അംഗീകരിക്കുവാനും മഹാനവകൾ ഹംബലി മദ്ഹബുകാരനാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? മദ്ഹബിനെ സ്വീകരിക്കൽ തഖലീദ് പണ്ഡിത പൂജയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി കൊണ്ട് മദ്ഹബിനെ അംഗീകരിക്കുന്ന ഒരു കുഫറിയത്താണ് എന്ന് വരെ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പറയുന്നു. മഹാനവകൾ ഹംബലി മദ്ഹബുകാരനാണ്. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ആ മഹാനവറുകൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് ആ മദ്ഹബ് സ്വീകരിക്കുന്നില്ല? അപ്പോൾ ഇത് ആശയ പാപ്പരത്വമാണ് ഇവിടെ ശരിക്കും വ്യക്തമായിരിക്കുന്നത്. വഹാബിസത്തിന്റെ ആശയ പാപ്പരത്വമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇവിടെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഇവിടെ മുവഹിദാണെന്ന് പറയിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം. ഇവിടെ മദ്ഹബ് സ്വീകരിച്ച ഹംബലി മദ്ഹബുകാരനാണെന്ന് ഇവിടെ ഞങ്ങൾക്ക് പറയിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിച്ചു കൊള്ളുക. ഫൽമുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ കുറിച്ച് പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ആലൂസിയുടെ വ്യാഖ്യാനത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഫൽമുദബ്ബിറാത്തി അംറ എന്ന് പറയുന്ന ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മഹാത്മാക്കൾക്ക് സ്വാധീനമുണ്ട്, അവർക്ക് ഇവിടെ ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിനെ ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അതിനെ നഖല് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ആലൂസിയുടെ റൂഹുൽ മആനിയിൽ നോക്കിയാൽ കാണാം ഫൽമുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നു ഈ പ്രപഞ്ചത്തിൽ മഹാത്മാക്കൾക്ക്
ഇവിടെ സ്വാധീനമുണ്ട്, അവർക്ക് ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള അധികാരമുണ്ട് എന്ന് ആരൂഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമായ കാര്യമാണ് മഹാത്മാക്കൾക്ക് ഈ പ്രപഞ്ചത്തിൽ സ്വാധീനമുണ്ട് എന്നുള്ളത്. അവർക്ക് ഇവിടെ ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മഹാന്മാരായ മുഫസ്സിറുകൾ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, ആകാശഭൂമികളുടെ കലവറ ഇവിടെ മനുഷ്യൻ അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവനിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കും. ആ കലവറയിലൂടെ അവൻ അദൃശ്യ ലോകങ്ങൾ കാണുവാൻ കഴിയും. ഒരു കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത, ഒരു കാതുകൊണ്ടും കേൾക്കാൻ കഴിയാത്ത, ഒരു ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കുന്ന അദൃശ്യജ്ഞാനങ്ങളുടെ കലവറകൾ ഞങ്ങളിലേക്ക് തുറന്നു കൊടുക്കും, ആ മനുഷ്യനിലേക്ക് തുറന്നു കൊടുക്കുമെന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെങ്കിൽ, ഈ ഖുത്ബുൽ അഖ്താബ് ആ ഖുത്ബിന്റെ സ്ഥാനത്തെത്തിയിരിക്കുന്ന മഹാനായിരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു മഹത്തായിരിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കുമെന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വന്തം കിതാബിൽ പറഞ്ഞെങ്കിൽ അത് അംഗീകരിക്കുവാൻ, അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പരാമർശിക്കുവാൻ നിങ്ങൾ തയ്യാറായില്ല. ഇവിടെ വിഷയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ കുറെ സമയം ചെലവഴിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ വാദം തന്നെ മറന്നുപോയിരിക്കുന്നു. എന്താണ് വാദം? ഫുയൂലാത്തുർ റബ്ബാനിയ, അതുപോലെ അൽ ബഹജത്തുൽ അസ്റാർ തുടങ്ങി മഹാനായിരിക്കുന്ന മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ കള്ള കിതാബുകളാണെന്ന് പറഞ്ഞു വന്ന നിങ്ങൾക്ക് ഒരു പ്രാമാണികമായിരിക്കുന്ന പണ്ഡിതന്റെ ഉദ്ധരണി കൊണ്ട് അത് തെളിയിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങളെ കൊണ്ട് സാധ്യവുമല്ല. അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല. മക്കളെ, എന്തിനാണ് നിങ്ങൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരുന്നത്? എന്തിനാണ് നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വാദം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഖിയാമത്ത് നാളെ വരെ നിങ്ങളെ കൊണ്ട് അതിന് സാധ്യമല്ല. നിങ്ങൾ ചിന്തിക്കുക, വിഷയം എന്താണെന്നുള്ള ചിന്തിക്കുക. ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന് പറയുന്ന കിതാബിനെ കുറിച്ച് ഷഹദയാർ എന്ന് പറയുന്ന ആ സുഹൃത്തുമായിക്കൊണ്ട് നടന്ന ചർച്ചയിൽ നിങ്ങൾ ഷഹദയാർ നിങ്ങൾ മുസ്ലിയാരാക്കി. അദ്ദേഹം ഒരു സാധാരണ സുന്നി പ്രവർത്തകനാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമാണ്. കാരണം നിങ്ങളുടേതായിരിക്കുന്ന വാദങ്ങളെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളുകളെ മുസ്ലിയാരാക്കലും അതുപോലെ വലിയ ആൾ കുത്തുപാക്കാത്തത് ഒരു നല്ല കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യമാണ്. അദ്ദേഹം ഒരു സുന്നി പ്രവർത്തകനാണ്. ആ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഫുയൂലാത്തുർ റബ്ബാനി എന്ന് പറയുന്ന കിതാബിനെ കുറിച്ച് കള്ള കിതാബാണെന്ന് പറഞ്ഞ അഷറഫിന്റെ വാദം ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അത് സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ മതി, സ്വന്തം ഭാര്യയോട് പറഞ്ഞാൽ മതി, സ്വന്തം പെണ്ണുങ്ങളോട്, വീട്ടിലുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി. അഷറഫ്, ആ വാദം ഇവിടെ നടപ്പില്ല. പ്രാമാണികമായ തെളിവുണ്ടോ? കൊണ്ടുവരിക. ബഹജത്തുൽ അസ്റാറിലെ മഹാനായിരിക്കുന്ന സത്നൂഫിയെ കുറിച്ച് മഹാനായ ഇമാം അബ്ദുൽ അസ്കലാനി പറഞ്ഞതെന്താണ്? അദ്ദേഹം മഹത്തായ പണ്ഡിതനാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ജനങ്ങളുടെ ജനങ്ങളുടെ ആദരവും ബഹുമാനവും നേടിയ, ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഖുർആൻ അംഗീകരിക്കുന്ന മഹാനായിരിക്കുന്ന പണ്ഡിതനാണ് സത്നൂഫി. ആ സത്നൂഫി രചിച്ച കിതാബാണ് അൽ ബഹജത്തുൽ അസ്റാർ. ആ കിതാബിനെ കുറിച്ച് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി തന്നെ അദ്ദുർ അൽ ഖാമിന എന്ന് പറയുന്ന തന്റെ കിതാബിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വാദം നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് സാധ്യവുമല്ല. കള്ള കിതാബുകളാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന മഹത്തുക്കളുടെ കിതാബുകളെ പരിഹസിക്കുവാനും, മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രചിച്ചിരിക്കുന്ന കിതാബുകളെ അത് പരിഹസിക്കുവാനും തരം താഴ്ത്തുവാനും നിങ്ങൾ നടത്തുന്ന ഹീനമായിരിക്കുന്ന ശ്രമം നിങ്ങൾ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുക. ഖുർആനിനെതിരാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ മഹത്തായിരിക്കുന്ന കിതാബുകളെ നിങ്ങൾ തള്ളിക്കളയുവാൻ തയ്യാറാവുന്നു. എന്നാൽ ഖുർആനിനെതിരാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു സംവാദം വേറെ നടത്താം. അതിനെക്കുറിച്ച് നമുക്ക് വ്യവസ്ഥ എഴുതാം. അതിനെക്കുറിച്ച് നമുക്ക് പബ്ലിക്കായിക്കൊണ്ട് ഇതിന് സംവാദം നടത്താം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആനെതിരാണ് ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേകനൂർ മൗലവി ഹദീസ് കൂടെ തള്ളി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സമയം ഒരു മിനിറ്റ് കഴിഞ്ഞിടോ. അപ്പോ ഇങ്ങനെ